Good evening. Good evening, ma'am. Good evening, ma'am. Good evening, ma'am. Good evening, ma'am. Good evening. Good evening. Okay, so we can start. Who is going to do prayer? Arulai prayer. Ma'am, എൻ്റെ മോൻ ചെയ്യാന്ന് പറയുന്നു. Okay, very good. ഞാൻ വരുന്നേ. Good ma'am. Good evening. പഠിക്കും. There shall be showers of blessings. This is the promise of love. There shall be peace and spring. Send them upon us of love. Showers of blessings. Showers of blessings we need. Where Jesus round us were falling, but for the showers we pray. There shall be showers of blessings, send them upon us, O Lord. Grant to us now thy refreshing, come and now honor the Lord. These of blessings we need from God. Send them opponents of love. Keep good for the night of the God. കഴിഞ്ഞു മാം. Okay, very good. ഭയങ്കര ഒരു soothing Good feeling. Thank you. Good evening. സ്മിതയും കൂടെ പാടുന്നുണ്ടായിരുന്നു. Good evening. എന്താ മാം? കേട്ടില്ല. സ്മിതയും കൂടെ പാടുന്നുണ്ടായിരുന്നു. ഞാൻ ചെറുതായിട്ട്. അവൻ പാടാൻ കഴിവുള്ളവനാ. രണ്ടുപേരും പോലെ സിങ്ക് ചെയ്ത് പാടി. താങ്ക് യു മാം. So, anything else like signing thought of the day? സരിജ പറഞ്ഞ ആ ഒരു സ്റ്റോറി കഴിഞ്ഞ ദിവസം വേറൊരു ബാച്ചിലൊരു കുട്ടി പറഞ്ഞു. റിപ്പീറ്റ് ചെയ്ത് കേട്ടിട്ട് ഫീല് കൂടുന്ന അല്ലാതെ ഒട്ടും വിരസത തോന്നാത്ത ഒരു കഥയായിരുന്നു അത്. ടെഡി ഡോക്ടർ ടെഡി ആയതും ടെഡിക്ക് അമ്മയെ തിരിച്ചു കിട്ടിയതും അത് ഞാൻ പറയായിരുന്നു. റിപ്പീറ്റ് ചെയ്ത് കേട്ടിട്ട് ആ ഫീൽ ഇങ്ങനെ ഭയങ്കരമായിട്ട് നമുക്ക് കൂടുന്നതല്ലാതെ കുറയണേ. സോ ഓക്കെ, സോ നമുക്ക് നമ്മള് അപ്പാരറ്റസ് റെക്കോർഡ് റൈറ്റിംഗ് ആയിരുന്നു അല്ലെ. സോ പ്ലാൻ ഫോർ യുവർ വിസിറ്റ് ഓൾസോ കേട്ടോ. നമ്മുടെ ഇന്നത്തെ ദിവസം എനിക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആദ്യം ഞാൻ വിചാരിച്ചു നിങ്ങളോട് ഷെയർ ചെയ്യണ്ടാന്ന്, പിന്നെ വിചാരിച്ചു ഷെയർ ചെയ്തേക്കാം. വളരെ ഇമ്പോർട്ടന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഞാൻ ഏറ്റവും കൂടുതൽ ഇൻസൾട്ടഡ് ആയിട്ടുള്ള ഒരു ദിവസം. ഇൻസൾട്ട് ആണ് ഏറ്റവും നല്ല ഇൻവെസ്റ്റ്മെന്റ് എന്നൊരു മൂവിയിൽ പറയുന്നില്ലേ, അതുപോലെ ഞാൻ വളരെയധികം ഇൻസൾട്ടഡ് ആയ ഒരു ദിവസമായിരുന്നു. പക്ഷെ ഞാൻ അവിടെ നിന്ന് തല ഉയർത്തിപ്പിടിച്ചാണ് ഇറങ്ങി വന്നത്. എനിക്ക് ഒട്ടും വിഷമമില്ല സത്യം പറഞ്ഞതിന്. സോ ഇറ്റ് വാസ് യെസ്, ഞാൻ പറഞ്ഞ കഥയല്ല, അന്ന് സരിജ ഒരു കഥ പറഞ്ഞല്ലോ.
ആ കഥ വേറൊരു ബാച്ചിൽ റിപ്പീറ്റ് ചെയ്ത് വീണ്ടും പറഞ്ഞു. പക്ഷെ റിപ്പീറ്റ് ചെയ്തിട്ട് വിരസത തോന്നിയില്ല, ബോറിംഗ് ഒന്നും തോന്നിയില്ല. നമുക്ക് ആ ഫീല് ഭയങ്കര കൂടുമായിരുന്നു. സരിജൊരു കഥ പറഞ്ഞില്ലേ, ഒരു കുട്ടിയുടെ കഥ, ടീച്ചറും ഒരു കുട്ടിയും തമ്മിലുള്ള ആ ഒരു റിലേഷൻഷിപ്പ്. അതല്ല മിസ്സേ ചില കഥകളൊക്കെ അല്ല മിസ് യെസ് ഇൻസൾട്ടഡ് ആയെന്ന് പറഞ്ഞത് അത് പണ്ടൊരിക്കൽ ഒരു സാറിന് പറഞ്ഞതാണോ എന്നാ ചോദിച്ചത്. ഞാൻ ഇന്നത്തെ ദിവസം എന്താ ഇൻസൾട്ടഡ് ആയി ഞാൻ എന്റെ വീട്ടിൽ കയറി വന്നിട്ട് കുറച്ച് സമയമായിട്ടുള്ളൂ. ഇന്ന് ഞാൻ ഇൻസൾട്ടഡ് ആയ ദിവസം പറയുക, സെയിം ഡേ. എന്ത് പറ്റി അത് എന്ത് പറ്റി മാം? ഞാനൊരു പ്രോഗ്രാം ചെയ്യുന്നുണ്ട് കുട്ടികളുടെ ഇടയിൽ, ഇന്റർവെൻഷൻസ്. അതൊരു സ്കൂളിൽ ഞാൻ ആഴ്ചയിൽ ഒരു ദിവസമാണ് പോകുന്നത്. കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ട് ആ സ്കൂളിൽ കുറച്ച് ഇന്റേണൽ ഇഷ്യൂസ് നടക്കുക. മാനേജ്മെന്റും സ്റ്റാഫും എഗെയിൻസ്റ്റ് പ്രിൻസിപ്പൽ. പ്രിൻസിപ്പൽ ആണ് ഈ പ്രോഗ്രാമിന്റെ ഫൗണ്ടർ. പ്രിൻസിപ്പൽ ആണ് എന്നെ അവിടേക്ക് ഈ പ്രോഗ്രാം ചെയ്യാനായിട്ട് വിളിച്ചത്. 3 years ആയി ഞാൻ ആ സ്കൂളിൽ ആ പ്രോഗ്രാം ചെയ്തത്. 2 ബാച്ച് ഓൾറെഡി പാസ് ഔട്ട് ആയി, ഒരു അടുത്ത ബാച്ചായി. കുട്ടികൾക്കൊക്കെ ഒത്തിരി ചേഞ്ചസ് വരുത്താൻ നമുക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് നമ്മളുടെ ഒരു സമ്പാദ്യം. അങ്ങനെ ഈ പ്രിൻസിപ്പലിന് അഗെയിൻസ്റ്റ് ആയിട്ട് അവര് കംപ്ലൈന്റ് കൊടുത്തു. അങ്ങനെ പ്രിൻസിപ്പലിനെ ആ സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്തു. സാറ് ഹൈക്കോടതിയിൽ അതിന് കേസ് ഫയൽ ചെയ്തപ്പം അത് വേറൊരു ടീച്ചറെ പ്രിൻസിപ്പലായിട്ട് മാനേജ്മെന്റ് വെച്ചു. അപ്പൊ ആ ഒരു അപ്പോയിന്റ്മെന്റ് ഫ്രീസ് ചെയ്യുന്ന രീതിയിൽ ഹൈക്കോടതിയിൽ നിന്ന് ഇത് കിട്ടി. അപ്പോ എൻക്വയറി കമ്മീഷൻ വെക്കുമല്ലോ, എൻക്വയറി കമ്മീഷൻ വെച്ചു. ഇന്നലെ ഇന്നുമായിട്ട് ആ കമ്മീഷൻ നടക്കുമായിരുന്നു. അപ്പോ സാർ എന്നോട് സാർ ഭയങ്കര ഡൗൺ ആയി, ഡിപ്രസ്ഡ് ആയി. അങ്ങനെ അപ്പം എന്നെ ഒത്തിരി സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു സാറാണ്. അപ്പൊ സാർ ഇങ്ങനെ പറഞ്ഞു, എന്നെ സംബന്ധിച്ച് ഞാൻ ആഴ്ചയിൽ ഒരു ദിവസമാണ് പോകുന്നത്, സ്കൂളിന്റെ സ്റ്റാഫ് ഒന്നുമല്ല, ഞാൻ എക്സ്റ്റേണലി പോയി കാര്യങ്ങൾ ചെയ്യുന്നതാണല്ലോ. അപ്പൊ സാറ് ചെയ്യുന്ന ഈ പ്രോഗ്രാം എല്ലാം വെറുതെയാണ്, അങ്ങനെ ഇങ്ങനെ പറഞ്ഞ കുറച്ച് അലിഗേഷൻസ് ഒക്കെ ഉണ്ടായി. അപ്പൊ സാറ് പറഞ്ഞു, ഇങ്ങനെ കാര്യങ്ങളൊക്കെ നടക്കുവാണ്, പറ്റുമെങ്കിൽ ഇന്ന് അവിടം വരെ ഒന്ന് വരാൻ കമ്മീഷന്റെ മുമ്പിൽ അവർ ചോദിക്കുന്നതിന് മറുപടി പറയാമോ എന്ന് ചോദിച്ചു. വരണം എന്നൊന്നും പറഞ്ഞില്ല, ചോദിച്ചു. അപ്പൊ ഞാൻ ഓർത്തു അങ്ങനെ കുഴപ്പമില്ലല്ലോ, കാരണം വെച്ചാൽ സാറിന് എതിരെയുള്ള അലിഗേഷൻസ് ആണ്, ഈ പ്രോഗ്രാമിനെതിരെയും പറഞ്ഞിട്ടുണ്ടല്ലോ. പ്രോഗ്രാമിന്റെ കോർഡിനേറ്റർ ഞാനാണല്ലോ, സ്റ്റേറ്റ് കോർഡിനേറ്റർ ആണ് പ്രോഗ്രാമിന്റെ. അങ്ങനെ ഞാൻ അവിടെ ചെന്നപ്പോഴേക്കും ആ പ്രിൻസിപ്പൽ ആക്കാനുള്ള ടീച്ചറാണ് സാറിന് അഗെയിൻസ്റ്റ് ആയിട്ട് നിൽക്കുന്നത് വിത്ത് മാനേജർ. ടീച്ചർ വന്ന് വിളിച്ചു. ടീച്ചറെ ഞാൻ ഒത്തിരി റെസ്പെക്ട് ചെയ്യുന്ന ഒരു ടീച്ചറാട്ടോ. ടീച്ചർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, മാനേജർ എന്തോ സംസാരിക്കണം എന്ന് പറഞ്ഞു. ടീച്ചർ വിളിച്ചുകൊണ്ട് ഞാൻ മാനേജർ ഇരുന്ന റൂമിലേക്ക് ചെന്നു. അപ്പൊ ആളെന്നോട് ചോദിച്ചു, എന്താ എവിടെയെന്ന് ചോദിച്ചു, എന്തിനാ വന്നേന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, സാർ കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് ഞാൻ വരാറില്ല, ആഴ്ചയിൽ ഒരിക്കലും ഞാൻ വരാറുണ്ട് ഈ പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട്, പക്ഷെ ഇവിടെ ഇങ്ങനെ ഒരു സ്ട്രെസ് നടക്കുന്നതുകൊണ്ടാണ് ഞാൻ വരാതിരുന്നേന്ന് പറഞ്ഞു. അപ്പൊ ആ പ്രോഗ്രാം നിർത്തലാക്കി എന്ന് പറഞ്ഞു. അപ്പൊ അതെനിക്ക് ഇഷ്ടമായില്ല. അപ്പൊ ഞാൻ ചോദിച്ചു, എനിക്ക് എന്റെ ഇന്റിമേഷൻ കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞു. പ്രോഗ്രാമിന്റെ കോർഡിനേറ്റർ ഞാനാണല്ലോ, എന്നെ ഇന്റിമേറ്റ് ചെയ്യണമല്ലോ ആ പ്രോഗ്രാം നിർത്തലാക്കിയിട്ട്. എനിക്ക് അതിന്റെ ഇന്റിമേഷൻ കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു, അത് നിർത്തലാക്കി, നെക്സ്റ്റ് വീക്ക് ഓൺവേർഡ്സ് ആ ടീച്ചറെ ചൂണ്ടിക്കാണിച്ചിട്ട് ആയിരിക്കും പ്രിൻസിപ്പള്, അപ്പൊ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വിളിക്കാം, അപ്പൊ വന്നാൽ മതി എന്ന് പറഞ്ഞു. അതെനിക്ക് ഇഷ്ടമായില്ല. ഞാൻ പറഞ്ഞു, മൺഡേ ടു ഫ്രൈഡേ ഞാൻ വളരെ തിരക്കുള്ള ആളാണ്, ഞാൻ ക്ലാസ്സസ് എടുക്കുന്ന ഒരു വ്യക്തിയാണ്. ഈ സ്കൂളിന് വേണ്ടിയിട്ട് ബുധനാഴ്ച എന്നൊരു ദിവസം ഞാൻ ഫ്രീ ആക്കി മാറ്റി വെച്ചേക്കുക. എന്നെ വിളിക്കുവാണെങ്കിൽ ഇൻ അഡ്വാൻസ് എന്നോട് പറയണം, അല്ലാതെ ഇത് പെട്ടെന്ന് വിളിച്ചാൽ ഞാൻ പോകേണ്ട ആവശ്യമില്ലല്ലോ എന്ന് ഞാൻ പറഞ്ഞു. വളരെ സോഫ്റ്റ് ആയിട്ടാണ് പറഞ്ഞു. അപ്പം പുള്ളി ആ ടീച്ചറോട് ഒന്ന് നോട്ട് ചെയ്തേക്കുന്നത് പറഞ്ഞു, ഇവിടെ ഇരിക്കേണ്ട കാര്യമില്ല, യു ക്യാൻ ലീവ് ദ പ്ലേസ് എന്ന് മാനേജർ പറഞ്ഞു. ഞാൻ പറഞ്ഞു, സാറിനോട് പറഞ്ഞിട്ടേ പോവുള്ളൂ എന്ന് പറഞ്ഞു. ഞാൻ സാറിനോട് പറയാനായിട്ട് പോയി. ഇപ്പൊ അവിടെ PT ഉണ്ടായിരുന്നു. അപ്പൊ PT സാറിന്റെ ഒപ്പമാണ്. അപ്പൊ PT എന്നോട് പറഞ്ഞു, ടീച്ചറോട് ഇവിടുന്ന് പോവാൻ മാനേജർ ആരാ, മാനേജർക്കൊന്നും പറയേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞേ. അപ്പൊ ഞാൻ അവിടെ ഇരുന്നു. അപ്പൊ PTയുടെ ആൾക്കാർ ചെന്ന് കമ്മീഷൻ അവരുടെ അടുത്ത് നിന്ന് ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെ ഒരു വീക്ക്ലി വൺസ് വരുന്ന ഒരു ടീച്ചറുണ്ട്, അപ്പൊ ടീച്ചറെ കൂടെ ഒന്ന് കേൾക്കാൻ. അപ്പൊ അവർ പറഞ്ഞു, അതിനെന്താ ചെയ്യാന്ന് പറഞ്ഞു, കാരണം സ്കൂളിൽ വരുന്ന ഒരാളാണല്ലോ. അങ്ങനെ അപ്പൊ കുറെ പേരുടെ കഴിഞ്ഞപ്പോ ഒത്തിരി ലേറ്റ് ആയി. അപ്പൊ കമ്മീഷൻ പറഞ്ഞു, 2 മിനിറ്റ് സമയം തരാം വരൂന്നും പറഞ്ഞ് എന്നെ വിളിച്ചു. അപ്പൊ ഞാൻ റൂമിലേക്ക് കയറാൻ ചെന്നപ്പോ മറ്റേ ടീച്ചർ വന്ന് ബ്ലോക്ക് ചെയ്തിട്ട് ഇത് സമ്മതിക്കില്ല, അനുവദിക്കില്ല, അവരിവിടുത്തെ ഫാക്കൽറ്റി അല്ല, ആഴ്ചയിൽ ഒരിക്കലും വരുന്നു എന്നൊക്കെ പറയുന്നു, അല്ലാതെ അവരിവിടുത്തെ ഫാക്കൽറ്റി ഒന്നും അല്ല എന്ന് പറഞ്ഞു. കമ്മീഷൻ പറഞ്ഞു, അവർ വരുന്നതാണല്ലോ, അവർ പറയണത് കേൾക്കട്ടെ എന്ന് പറഞ്ഞു. ഇവരെന്ത് ചെയ്തിട്ട് സമ്മതിക്കില്ല. ഇവര് വേഗം കമ്മീഷനെ അകത്തേക്ക് വിളിച്ചത് വാതിലടച്ചിട്ട് കുറെ നേരം എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ടായിരുന്നു. തിരിച്ചു വന്നിട്ട് ആ ടീച്ചർ എന്നോട് പറഞ്ഞു, വി വോണ്ട് പെർമിറ്റ് എന്ന് പറഞ്ഞു. ഞാൻ ചിരിച്ചു. അത് കഴിഞ്ഞപ്പോ മാനേജർ വന്നു.
മാനേജർ വന്നിട്ട് എന്നോട് എന്താ പറഞ്ഞെന്നറിയോ, ദിസ് ഇസ് മൈ സ്കൂൾ. അത് കേട്ടപ്പോഴേ എനിക്ക് ചിരി വന്നു. യു ക്യാൻ ലീവ് ദ പ്ലേസ്. ശരിക്കും എന്നെ അവിടെ നിന്ന് ഇറക്കി വിടുമായിരുന്നു. അത്രയും സ്റ്റാഫിന്റെയും ഒക്കെ മുമ്പിൽ എന്നെ ഇറക്കി വിടുമായിരുന്നു അവിടെ നിന്ന്. യു ക്യാൻ ലീവ് ദ പ്ലേസ് എന്ന് പറഞ്ഞു, ഇവിടെ നിൽക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ പോവാണ്. കുറെ മാനേജറുടെ കാലായിട്ട് കുറെ പേര് വരുന്നുണ്ടായിരുന്നു. മാനേജ്മെന്റ് ആണ് പറയുന്നത്. ഞാൻ പറഞ്ഞാൽ മനസ്സിലായി എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങി പോകുന്നു. അപ്പൊ എന്നെ ഞങ്ങളുടെ ആ പ്രിൻസിപ്പൽ സാറ് എനിക്ക് മെസ്സേജ് ഇട്ട് ഭയങ്കര സോറി ഒക്കെ പറഞ്ഞു. സാർ എന്നെ അത് ബാധിച്ചിട്ടേ ഇല്ല. കാരണം ഞാൻ അവിടുന്ന് ഇൻസൾട്ടഡ് ആയിട്ട് ഇറങ്ങി വരുമ്പോഴും എന്റെ തല ഉയർന്നു തന്നെയായിരുന്നത്. കാരണം ഞാൻ അവിടെ സംസാരിച്ചാൽ അവരുടെ കള്ളങ്ങൾ മുഴുവൻ പറയും, മുഴുവൻ പൊളിയും. ഞാൻ സത്യം പറയുള്ളൂല്ലോ. അതുകൊണ്ടല്ലേ അവരെന്നെ ബ്ലോക്ക് ചെയ്തത്. അവർ പേടിച്ചിട്ടല്ല എന്നെ ബ്ലോക്ക് ചെയ്തത്. സോ എന്തായാലും നമുക്കത് വഴിയെ കാണാം. അപ്പൊ സാർ എന്നോട് മട്ടാഞ്ചേരി അസിസ്റ്റന്റ് കമ്മീഷണർക്ക് കംപ്ലൈന്റ് കൊടുക്കണം, ഇങ്ങനെ ഇൻസൾട്ട് ചെയ്തു എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു. അതിന്റെ കാര്യമില്ല, അത് അങ്ങനെ ചെയ്യാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. കാരണം എന്റെ ലൈഫ് എന്ന് പറഞ്ഞാൽ ഈ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അത് ഞാൻ പല പല കാര്യങ്ങൾ പ്രോഗ്രാം പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇങ്ങനെയുള്ളവർക്കെതിരെ കംപ്ലൈന്റ് കൊടുത്തിട്ട് നമുക്ക് ബന്ധപ്പെട്ടാണ്. അതുകൊണ്ട് ഇൻസൾട്ടഡ് ആയെങ്കിലും ഐ എം നോട്ട് ഫീലിംഗ് ബാഡ്. ഞാൻ എന്റെ ഉള്ളിൽ സത്യമുള്ളത് പുറത്തേക്ക് വരും. അത് അവർക്ക് ഭീഷണിയാവുന്നോണ്ടല്ലേ അവർ ബ്ലോക്ക് ചെയ്തത്. സോ വെരി ഹാപ്പി. ഓക്കെ, സോ അതായിരുന്നു. പഴയ ഞാനായിരുന്നെങ്കിൽ ഒരുപക്ഷെ അവിടെ തലറങ്ങി വീടേനെ കേട്ടോ. പുതിയ എന്നെ ആക്കിയത് മോണ്ടിസോറി മെത്തേഡാ. ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. യെസ്, ഡെഫിനറ്റ്ലി സുജാത. അതെ, ഞാൻ വേറൊരു സ്കൂളിൽ പോകുന്നുണ്ട്. ഫ്രൈഡേ ആണ് പോകുന്നത്. അവിടെ ഞാൻ ചെല്ലുമ്പോഴേക്കും ആ മാനേജർക്ക് എന്തൊരു റെസ്പെക്റ്റ് ആണെന്നറിയോ. ഞാൻ വരുമ്പോഴേക്കും ആ സ്മാർട്ട് ക്ലാസ് റൂമോ പ്രൊവൈഡ് ചെയ്തിരുന്നത്, AC ഒക്കെ ഉള്ളത്. അത് ഫുൾ ക്ലീൻ ചെയ്ത് ചെയർസ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടാവും. കുട്ടികൾക്കും റിഫ്രഷ്മെന്റ് നമുക്കും പ്രൊവൈഡ് ചെയ്യും. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ട്യൂണിനെ വിടും. അങ്ങനെയൊക്കെ നമ്മളെ ഒട്ടും ബുദ്ധിമുട്ടിക്കാത്തൊരു മാനേജ്മെന്റ് ആണ് അത്. ശരിക്കും അങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഓട്ടോക്രാറ്റിക് റൂളാണ്. മൈ സ്കൂൾ എന്ന് പറഞ്ഞതാണ് എനിക്ക് ചിരി വന്നത്. മാം, ഞാനൊരു കാര്യം ഷെയർ ചെയ്യാന്ന് വിചാരിച്ചു. ഇത് റൈറ്റ് ടൈം ആണോന്ന് അറിയില്ല, പക്ഷെ നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ എൻ്റെ ഒരു ഫ്രണ്ട് മോണ്ടിസറി ഇതുപോലെ ഓൺലൈൻ ട്രെയിനിങ് കോഴ്സ് ചെയ്തിരുന്നു. അപ്പൊ ആള് ഒരു സ്കൂളിൽ ഇന്റർവ്യൂവിന് പോയപ്പോൾ അവരോട് ചോദിച്ച ക്വസ്റ്റ്യൻസ് ഞാൻ ഒന്ന് ഷെയർ ചെയ്യാന്ന് വിചാരിച്ചു. ആൾ എന്നോട് ഷെയർ ചെയ്തതാണ്. അപ്പൊ അവരോട് ഫസ്റ്റ് ചോദിച്ചത് ഹൗ ടു എൻകറേജ് മോണ്ടിസറി കിഡ്സ്, എങ്ങനെയാണ് മോണ്ടിസറി കിഡ്സിനെ എൻകറേജ് ചെയ്യുക. അതൊരു എസ്സേ പോലെ നമ്മൾ എഴുതി കൊടുക്കണം. അവരൊരു റൂൾഡ് പേപ്പർ തന്നിട്ട് അതിന്റെ 2 പേജും നിങ്ങൾ ഫില്ല് ചെയ്യണം എന്ന് പറഞ്ഞിട്ടാണ് കൊടുത്തത്. അതുപോലെ തന്നെ പിന്നെ കേഴ്സീവ് റൈറ്റിംഗ് ഒരു പാരഗ്രാഫ് കൊടുത്തിട്ട് അത് കേഴ്സീവ് റൈറ്റിംഗിൽ എഴുതാൻ പറഞ്ഞു. പിന്നെ 4 ലൈൻ എഴുതാൻ പറഞ്ഞു. പിന്നെ 2 ലൈൻ മലയാളം 2 ലൈൻ എഴുതാൻ പറഞ്ഞു. പിന്നെ ഡെമോ ക്ലാസ്. അതുപോലെ തന്നെ ആളോടും ഈ ഇപ്പോഴത്തെ എഡ്യൂക്കേഷൻ പോളിസിയെ പറ്റിയിട്ട് NEP അത് കാര്യങ്ങളൊക്കെ ചോദിച്ചു എന്ന് പറഞ്ഞു. അപ്പൊ ആൾ അതിനെക്കുറിച്ച് അവെയർ ആയിരുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോ എക്സ്ട്രാ കുറച്ച് ഇങ്ങനത്തെ കാര്യങ്ങളും കൂടിയും ചോദിക്കുന്നുണ്ട്. നമ്മൾ മോണ്ടിസറി ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളും കുറെ സ്കൂളുകൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളൊരു സ്കൂളിൽ ഇന്റർവ്യൂവിന് പോവുകയാണെങ്കിൽ കുറച്ചധികം പ്രിപ്പയർഡ് ആയിട്ട് തന്നെ പോകണം എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഞാനിങ്ങനെ എല്ലാവരുമായിട്ട് സംസാരിച്ചപ്പോൾ എനിക്ക് തോന്നിയത് അതാ. ജസ്റ്റ് നമ്മൾ ഒരു ഇന്റർവ്യൂ അല്ലേ നിസാരമായി കണ്ടു പോകണ്ട. നമുക്കത് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ എഡ്യൂക്കേഷൻ പോളിസി മൊത്തം നമ്മൾ ഒന്ന് വെൽ അവെയർ ആയിട്ട് പോയിരിക്കും നല്ലത്. താങ്ക് യു. യെസ് സുജാത, റൈറ്റ്. കാരണം വെച്ചാൽ പിന്നെ ഇതിന്റെ പ്രാക്ടിക്കൽസ് കേഴ്സീവ് റൈറ്റിംഗ് എല്ലാവരും ഒന്ന് പ്രാക്ടീസ് ചെയ്തോട്ടോ. കാരണം വെച്ചാൽ ഞങ്ങളൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ ഇതത്ര കമ്പൽസറി ആയിട്ടൊന്നും ക്ലാസ്സിൽ പഠിപ്പിച്ചില്ലായിരുന്നു. എന്റെ ചേച്ചിയുടെ ബാച്ചിൽ അവരെ ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ വന്ന ടീച്ചർ പഠിപ്പിച്ചു. ഞാൻ മലയാളം മീഡിയത്തിലാണ് പഠിച്ചത്. ഇംഗ്ലീഷ് പഠിക്കാൻ തുടങ്ങിയത് തന്നെ 4th സ്റ്റാൻഡേർഡിലാണ് കേട്ടോ. പക്ഷെ ചേച്ചിയെ പഠിപ്പിച്ച ടീച്ചർ അവരെ കേഴ്സീവ് റൈറ്റിംഗ് പഠിപ്പിച്ചു. ഞങ്ങൾ ആ ബാച്ചിൽ വന്നപ്പോൾ ഞങ്ങളെ പഠിപ്പിച്ചില്ല. അത് തന്നെ എനിക്ക് കേഴ്സീവ് റൈറ്റിംഗ് ഇങ്ങനെ എഴുതാൻ അറിയില്ല. നമ്മൾ എഴുതി സ്പീഡിൽ വരുമ്പോ അതുപോലെ കാണാനിരിക്കുന്നല്ലാണ്ട് ഒറ്റ ലെറ്റേഴ്സും കേഴ്സീവ് അല്ല. പക്ഷെ എന്റെ ചേച്ചി എഴുതുന്നത് കേഴ്സീവ് ആയിട്ടാണ്. ആ ഒരു ഡിഫറൻസ് അന്ന് അതൊരു എല്ലാരും പഠിക്കണം എന്നുള്ള രീതിയിലൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ ഇപ്പൊ KG കുട്ടികൾ എല്ലാരും പഠിക്കുന്നുണ്ട്. അവർക്കത് നല്ല ഫ്ലോ ആണ്. നിങ്ങളെല്ലാം പ്രാക്ടീസ് ചെയ്തു. മിസ്, എന്റെ മക്കളൊക്കെ CBSE പഠിച്ചിരുന്ന സമയത്ത് കേഴ്സീവ് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അവർ കേഴ്സീവ് എഴുതിയിട്ടുണ്ടായിരുന്നു.
അതെ അതെ എന്നിട്ട് ഓൺലൈൻ എന്നിട്ട് അത് കഴിഞ്ഞ ശേഷം സ്റ്റേറ്റ് സിലബസ് മാറ്റിയപ്പോൾ അവര് ആ ലെറ്റർ അവിടുത്തെ ടീച്ചേഴ്സ് പറഞ്ഞു ഇങ്ങനെ എഴുതണ്ട പറഞ്ഞു. കാരണം ടീച്ചേഴ്സിന് അറിയില്ലായിരിക്കാം, മേ ബി. എനിക്കറിയില്ല കേട്ടോ, ഞാൻ പറയാം. അത് വലിയൊരു അല്ല, ഞാൻ പഠിച്ചിട്ടില്ല. അല്ല, കൂട്ടി എഴുതുന്നത് കുഴപ്പമില്ല. ഈ കഴ്സീവ് എന്ന് പറയുന്നത് എല്ലാവർക്കും വായിച്ചാൽ മനസ്സിലാവണതല്ല. അത് ഒരു ഇതൊന്നുമില്ല. പിന്നെ എന്റെ പിന്നീടുള്ള ആ ഒരു സ്റ്റഡീസിൽ അതെനിക്ക് വേണമെന്ന് തോന്നിയില്ല. സോ അതുകൊണ്ടാണ് ഞാൻ അത് ലീവ് ചെയ്തത്. പക്ഷെ കുട്ടികൾ പഠിച്ചു, എനിക്ക് അവരെ പഠിപ്പിക്കേണ്ടേ വന്നില്ല. അവർക്ക് നല്ല അത് ഫ്ലോ ആയിട്ട് വരുകയും ചെയ്തു. പിന്നെ ഞാൻ അതിനും ശ്രമിച്ചില്ല. അവർക്കറിയാമായിരുന്നു, ഒരു സ്കൂളിൽ നല്ലപോലെ പഠിച്ചു. സോ ഞാൻ പഠിക്കാൻ നോക്കിയില്ല. അവനിപ്പോ അത് കാരണം ഭയങ്കര ബുദ്ധിമുട്ടായി എഴുതാന്. സ്പീഡൊന്നും ഇല്ലപ്പോ. എന്റെ ചേച്ചി ഇപ്പോഴും കഴ്സീവിലാ എഴുതുന്നത്. എന്നെക്കാളും 2 വർഷം മുമ്പാണ് ചേച്ചി പഠിച്ചത്. പക്ഷെ അവരെ പഠിപ്പിച്ച ടീച്ചർ അത് സ്ട്രിക്റ്റ് ആയിട്ട് പഠിപ്പിച്ചു. ഞങ്ങളെ പഠിപ്പിച്ച ടീച്ചർ അത് പഠിപ്പിച്ചില്ല. സ്റ്റേറ്റിലെ പിള്ളേര് പലരും പെറുക്കി പെറുക്കി എഴുതുന്നത്. അതെ. ഓരോ അക്ഷരമായിട്ട് ഇങ്ങനെ പെറുക്കി പെറുക്കി. അപ്പൊ മാം പറഞ്ഞതുപോലെ ഇതേ സെയിം ഒരു അനുഭവം എനിക്ക് ഉണ്ടായി. ഒരു LP സ്കൂളാണ്. അപ്പം നമ്മളിവിടെ നന്നായിട്ട് കഴ്സീവ് ലെറ്ററിൽ നല്ലതുപോലെ എഴുതിക്കുന്നു, തെറ്റ് തിരുത്തി അവരുടെ പഠിപ്പിക്കുന്നു എന്നുള്ളത് വെച്ചിട്ട് പിന്നെ പബ്ലിക് മീറ്റിംഗിൽ വരെ എന്റെ പേര് എടുത്തു പറഞ്ഞ് സംസാരിച്ചു. അപ്പൊ അവരുദ്ദേശിച്ചത് നമ്മൾ അതില് പ്രകോപിതയായിട്ട് അവരുടെ സ്കൂളിൽ ചെന്ന് വഴക്കുണ്ടാക്കണം. അപ്പൊ പബ്ലിക് മീറ്റിംഗിലൊക്കെ നമ്മുടെ പേര് പറയുമ്പം ഉറപ്പായിട്ടും നമ്മൾ തീർച്ചയായിട്ടും ചെല്ലുമല്ലോ. അവരങ്ങനെയാണ് ഉദ്ദേശിച്ചത്. പക്ഷെ അതൊന്നും നടന്നില്ല. എന്നിട്ട് അവിടുന്ന് ഒരു ടീച്ചർ എന്റെ വീട്ടിന്റെ മുമ്പിൽ വന്നു, ഞാൻ ഇങ്ങനെ പഠിപ്പിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചുകൊണ്ട്. ആ സ്കൂളിലെ ടീച്ചർ എൻ്റെ അടുത്ത് വന്നിട്ട് ചോദിക്കുക, എന്തിനാ ഇങ്ങനെ ബുക്കിൽ തെറ്റ് തിരുത്തുന്നത്, എന്തിനാ കുട്ടികൾ പെറുക്കി പെറുക്കി എഴുതുന്ന പിള്ളേരെ ഞാൻ ചേർത്ത് അക്ഷരം നല്ല രീതിയിൽ എഴുതിക്കുന്നു, ഹാൻഡ് റൈറ്റിംഗ് എനിക്കിതെല്ലാം എനിക്കൊരു നിലപാടുണ്ട്, അതിൽ നിന്ന് വിട്ട് ചെയ്യത്തില്ല, അതൊക്കെ എന്തിനാ ചെയ്യുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് എൻ്റെ വീടിന്റെ മുമ്പിൽ വന്നു. ഞാൻ ഒട്ടും കളിച്ചില്ല. ഇത് മുമ്പിൽ വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ നമ്മൾ അങ്ങനെ വിട്ടുകൊടുക്കുന്നത് ശരിയല്ലല്ലോ. അതുവരെ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് അറിഞ്ഞിട്ട് ഞാൻ നേരെ ലോക്കൽ ബോഡിയിൽ ചെന്നിട്ട് അതിന്റെ ഉത്തരവാദിത്തപ്പെട്ട ആൾ ആരാണോ അദ്ദേഹത്തിന്റെ മുമ്പിൽ ചെന്ന് കാര്യം സംസാരിക്കും. പറയുമ്പോൾ ഞാൻ ഇങ്ങനെ പറയുന്നത്, ഇതൊരു വിദ്യാലയമാണ്. അപ്പം ഇങ്ങനെ സ്കൂളിലെ കുട്ടികളെ ബാധിക്കുന്ന പ്രശ്നം വരുമ്പോഴത്തേക്ക് ആ സ്കൂളിനല്ലേ അത് ബാധിക്കുന്നത്. എനിക്ക് പ്രശ്നമൊന്നുമില്ല, ഞാൻ ഇവിടെ നിന്ന് ട്യൂഷൻ എടുത്തിട്ട് കാശ് ഞാൻ കാശ് മേടിക്കുന്നതിന്റെ ഉത്തരവാദിത്തം എന്തായാലും കാണിക്കുമല്ലോ എന്ന് പറഞ്ഞിട്ട് അവസാനം അവിടുത്തെ ഹെഡ് മാസ്റ്റർ വന്നിട്ട് അവരുടെ ഭാഗം ന്യായീകരിച്ച് സംസാരിക്കാൻ ലോക്കൽ ബോഡിയിൽ ശ്രമിച്ചു. അതെല്ലാം ഞാൻ പൊളിച്ചടുക്കി കൈ കൊടുത്തു. എന്റെ മൊത്തത്തിൽ എനിക്ക് പറയാനുള്ള പ്രൂഫ് ഉണ്ടായിരുന്നു, കുട്ടികൾ ഉൾപ്പെടെ. പക്ഷെ ഏറ്റവും വലിയ ഇതെന്താന്ന് വെച്ചാൽ ആ സ്കൂളിലെ ആ ക്ലാസ്സിലെ ആരോഗ്യകരമായ സ്കൂളിൽ 13 കുട്ടികളാണ് ആകെ ആ ക്ലാസ്സിലുള്ളത്. അതിൽ 7 കുട്ടികളും എന്റെ ട്യൂഷൻ സ്ഥാപനത്തിൽ ഇരുന്നാ പഠിക്കുന്നത്. അതാണ് ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞത്. അപ്പൊ അങ്ങനെ സംസാരിച്ചിട്ട് അവസാനം HM ആ ടീച്ചേഴ്സ്മാരെ വിളിച്ച് എന്നോട് സോറി പറയേണ്ടി വന്നു. മനസ്സിലായോ? അപ്പൊ നമ്മൾ ചിന്തിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ റൈറ്റ് ആയിട്ട് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് എഗനിസ്റ്റ് ആയിട്ട് ഉറപ്പായിട്ടും പണി വന്നിരിക്കും. അതിനിടയ്ക്ക് എനിക്ക് ഇവിടുന്ന് കുട്ടികളെ വേറെ അവിടെ പഠിക്കുന്ന കുട്ടികളെ ലീവ് ചെയ്യാൻ ശ്രമിച്ചു, പാരന്റ്സിന്റെ അടുത്ത് ഒത്തിരി ശ്രമിച്ചു. പക്ഷെ അത് ഞാൻ പറഞ്ഞു, എന്റെ കാലിൽ ചങ്ങലയില്ല. നിങ്ങൾക്കാണ് നിങ്ങളുടെ സ്കൂളിലെ കുട്ടികളെ പിടിച്ചിരുത്തേണ്ടെന്ന്, നിങ്ങൾക്ക് മറ്റുള്ളവരെ എന്ത് ചെയ്യണം, ആകർഷിക്കുന്ന നിലയിൽ കൈകാര്യം ചെയ്യണം. പക്ഷെ എനിക്ക് അതിന്റെ ആവശ്യമില്ല. ഞാൻ പഠിപ്പിക്കുന്ന കുട്ടികൾ കൃത്യമായിട്ടും പാരന്റ്സിന്റെ സഹകരണത്തോടുകൂടിയാണ് ഞാൻ പഠിപ്പിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ നിന്ന് പോകുന്നു എന്നുള്ളതാണ്. അത് വരും. മാം നേരത്തെ പറഞ്ഞപ്പോൾ ഞാൻ അനുഭവിച്ചു. ഇപ്പൊ ചുരുക്കി ഒരു 2-3 വാക്കിലേ ഞാൻ പറഞ്ഞോളൂ. ഒന്നുമല്ല, ഏകദേശം 2.5 മണിക്കൂറോളം എനിക്ക് അവിടെ സംസാരിക്കേണ്ട അവസരം വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അത് ഈ വിദ്യാലയം എന്ന് പറഞ്ഞാലും കാര്യമില്ല. ചില ടീച്ചേഴ്സ്മാർക്ക് ഭയങ്കരമായ ഈഗോയാണ്. അവര് ചെയ്യുന്ന പ്രവൃത്തി നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി ഒന്ന് തന്നെയാണ്. പക്ഷെ എന്താണ്, എന്നടുത്ത് എന്റെ യോഗ്യത എന്താന്ന് വരെ ചോദിച്ചു. പഠിപ്പിക്കുന്ന യോഗ്യത എന്താണ്? ഞാൻ അന്ന് ഈ മോണ്ടിസോറി ചെയ്തോണ്ടിരിക്കുക. ജൂലൈ 17-ാം തീയതി ഈ സംഭവം നടക്കുന്നത്. പക്ഷെ ഞാൻ പറഞ്ഞില്ല ഞാനിത് ചെയ്യുന്നുണ്ടെന്നോ അല്ലെങ്കിൽ ഞാനിത് വെച്ചിട്ടാണെന്നോ ഒന്നും ഞാൻ പറഞ്ഞില്ല. അതിന്റെ ആവശ്യം എന്റെ യോഗ്യത അവർക്ക് അവിടെ തെളിയിക്കേണ്ട ആവശ്യമില്ല. കാരണം ആ യോഗ്യത ഉള്ളത് കൊണ്ടാണല്ലോ ആ ടീച്ചർ എന്റെ മുന്നിൽ വന്നത്. എനിക്ക് ആ പഠിപ്പിക്കാൻ യോഗ്യത ഉള്ളത് കൊണ്ടല്ലേ ആ സ്കൂളിലെ ടീച്ചർ എന്റെ വീടിന്റെ മുമ്പിൽ വന്നിട്ട് എന്തിനാണ് ഇങ്ങനെ തെറ്റ് തിരുത്തി പഠിപ്പിക്കുന്നതെന്ന് ചോദിക്കേണ്ട ചോദ്യം വന്നപ്പോഴേ, അപ്പൊ അവരെന്തിനാ അവിടെ ഇരിക്കുന്നത്? പെറുക്കി പെറുക്കിയാ പിള്ളേർ എഴുതുന്നേ. അവർക്ക് അക്ഷരം പോലും പിള്ളേർക്ക് ചൊവ്വേന്നേരം അറിയത്തില്ല. 3ാം സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന കുട്ടികളെ ഞാൻ അക്ഷരം പഠിപ്പിക്കുന്നുണ്ട്. എന്താ ഇപ്പൊ വൈകുന്നേരത്തെ ബാച്ചിൽ ഇരുത്തി. അത്രയും പരിതാപകരമായിട്ടുള്ള അവസ്ഥയിലാണ്. എന്നിട്ടാണ് നമ്മളെ ചോദ്യം ചെയ്യുന്നത്. അവർക്ക് പിള്ളേർക്ക് പോലും അറിയില്ല എഴുതാൻ.
അറിയത്തില്ല എന്താണ് അവർക്ക് അവരുടെ സ്വന്തം പേര് പോലും എഴുതാൻ അറിയത്തില്ല മാം. നമുക്ക് ഉള്ളിൽ വിഷമം തോന്നിപ്പോകും. അങ്ങനെ പകുതിയിലധികം പിള്ളേരെ നമുക്ക് അങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഞാൻ അവരെയൊക്കെ റെഡിയാക്കി എടുത്തിട്ടുമുണ്ട് ക്ഷമയോടെ. അതുകൊണ്ട് പാരന്റ്സ് എല്ലാം നമുക്ക് ഒപ്പമാണ്. ഈ സംഭവം നടക്കുമ്പോഴും പാരന്റ്സ് അവിടെ എൻ്റെ ഒപ്പം വരാം. ഞാൻ അവരാരും കൊണ്ടുപോയില്ല. കാരണം അത് ശരിയല്ലല്ലോ. ഇതൊരു വിദ്യാഭ്യാസ സ്ഥാപനമല്ലേ. ഇത് നമ്മളിൽ ഒതുങ്ങി തീർക്കാവുന്ന കാര്യമല്ലേ ഉള്ളൂ. അങ്ങനെ അത് വളരെ എന്താ എന്റെ പഴയ സ്വഭാവത്തിന് അങ്ങനെയല്ല കേട്ടോ. ഞാൻ ചിലപ്പം കുറച്ചുകൂടെ ക്ഷമ കുറവായിരുന്നു. ഇപ്പൊ അങ്ങനല്ല. ഇപ്പൊ ആലോചിച്ച് മാത്രമേ കൈകാര്യം ചെയ്യത്തുള്ളൂ. താങ്ക് യു മാം. സോ നമ്മൾ എവിടെ വരെ എഴുതി? സെൻസോറിയൽ ഏരിയ ആവാറായോ? മാറ്റാണ് എഴുതിയത്. ഇത് കഴിഞ്ഞിട്ട് ബട്ടനും കഴിഞ്ഞിട്ട്. മാറ്റ് കഴിഞ്ഞിരുന്നോ? ഇത് കഴിഞ്ഞിരുന്നോ മാറ്റ്? കഴിഞ്ഞു. എൻജോയ്മെന്റ് വരെ എഴുതി മാഡം. എൻജോയ്മെന്റ് വരെ എഴുതിയിട്ടുണ്ട്. നെക്സ്റ്റ് ഏരിയ ആണ് നമ്മൾ. അപ്പൊ നിങ്ങൾക്ക് ഇതിന് ശേഷം അശ്വതി മിസ്സിന്റെ ക്ലാസ് വന്നോ? വന്നോ? ഇല്ല മാം. വെനസ്ഡേയും മാം തന്നെയല്ലേ അന്ന് ക്ലാസ് എടുത്തിരുന്നത്? ആ ശരിയാണ്. ശരി, സുഖമായിരുന്നു. ഓക്കെ. യെസ്. അപ്പം പ്രാക്ടിക്കൽ ലൈഫ് ഏരിയയിലെ ബട്ടണിങ് ഫ്രെയിം ഒക്കെ അശ്വതി മിസ്സിന്റെ കയ്യിലിരിക്കുന്നുണ്ട്. ഇപ്പൊ നെക്സ്റ്റ് ക്ലാസ്, അതായത് നാളെ മിസ് അത് നിങ്ങളെ കാണിച്ചു തരും. ഓക്കെ. ഞങ്ങൾ അങ്ങനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു ഏരിയ വെച്ചിട്ട്. നെക്സ്റ്റ് സെൻസോറിയൽ അപ്പാരറ്റസ് ആണ്. നമ്മൾ പറഞ്ഞു 5 സെൻസസ് ആണ് യൂസ് ചെയ്യുന്നത്. ഈ 5 സെൻസസ് യൂസ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഏതൊക്കെയാണ് നമ്മളുടെ 5 സെൻസസ്. അതിന് മുമ്പ് ജസ്റ്റ് ഒരു ഇമാജിനറി ആക്ടിവിറ്റി കേട്ടോ. ഇമാജിനറി ആക്ടിവിറ്റി നത്തിങ് ബട്ട് ജസ്റ്റ് ഇമാജിൻ ദാറ്റ് യു ആർ എ മോണ്ടിസോറി ഫെസിലിറ്റേറ്റർ. നിങ്ങളൊരു മോണ്ടിസോറി ഫെസിലിറ്റേറ്റർ ആണ്. നിങ്ങൾ മോണ്ടിസോറി ക്ലാസ് റൂമിൽ ഇരിക്കുകയാണ്. നിങ്ങളുടെ ചുറ്റും കുട്ടികളുണ്ട്. കുട്ടികൾക്ക് നിങ്ങൾ ഓരോ ആക്ടിവിറ്റീസ് കാണിച്ചു കൊടുക്കുന്നു, അവരെ സപ്പോർട്ട് ചെയ്യുന്നു, അവരെ ഗൈഡ് ചെയ്യുന്നു. അവരെ കുട്ടികളിരുന്ന് ആക്ടിവിറ്റീസ് ചെയ്യുക. ഇമാജിൻ ചെയ്യേണ്ടത് എന്താന്ന് വെച്ചാൽ ഈ മോണ്ടിസോറി ഫെസിലിറ്റേറ്റർ ആണെന്ന് ഇമാജിൻ ചെയ്യുക, ആക്ടിവിറ്റീസ് പ്രാക്ടീസ് ചെയ്യുക. നിങ്ങളുടെ ഇമാജിനറി സെൻസസ് യൂസ് ചെയ്തിട്ട് നമ്മൾ കണ്ണടച്ചിരിക്കുകയായിരിക്കും. പക്ഷെ നമ്മൾ ആലോചിക്കേണ്ടത് ഞാൻ കണ്ണുകൊണ്ട്, അതായത് കാണുന്ന, വിഷ്വലൈസ് ചെയ്യുന്ന എന്തൊക്കെ ആക്ടിവിറ്റീസ് ഉണ്ട്, ഞാൻ കേൾക്കുന്ന എന്തൊക്കെ ആക്ടിവിറ്റീസ് വരാം, ഞാൻ ടച്ച് ചെയ്ത് ഫീൽ ചെയ്യുന്ന അല്ലെങ്കിൽ വെയിറ്റ് എടുത്ത് നോക്കുന്നത്, റഫ്നെസ്, സ്മൂത്ത്, അങ്ങനെയൊക്കെ മനസ്സിലാക്കുന്ന ആക്ടിവിറ്റീസ് ഒക്കെ ഇമാജിൻ ചെയ്ത് അത് വിഷ്വലൈസ് ചെയ്യുക. ഒരു ഇപ്പൊ സമയം 8:25, 8:30 വരെ 5 മിനിറ്റ് സമയം തരാം. ജസ്റ്റ് ഇമാജിൻ ചെയ്യുക, മോണ്ടിസോറി ഫെസിലിറ്റേറ്റർ ആയിട്ട് ഇമാജിൻ ചെയ്യുക. നമ്മുടെ ചുറ്റും കുട്ടികളുണ്ട്. കുട്ടികൾ ഓരോ ആക്ടിവിറ്റീസ് ചെയ്യുവാണ്, ഓരോ ഏരിയയിലെയും ആക്ടിവിറ്റീസ് ചെയ്യുകയാണ്. നിങ്ങൾ നിങ്ങളുടെ ഇമാജിനറി സെൻസസ്, ഈ 5 സെൻസസ് യൂസ് ചെയ്തിട്ട് കുറെ ഇമാജിനറി ആക്ടിവിറ്റീസ് ചെയ്യുന്നതായിട്ട് ഒന്ന് പ്രാക്ടീസ് ചെയ്യണം. ഓക്കെ, പ്ലീസ് സ്റ്റാർട്ട്.
സെൻസോറിയൽ അപ്പാരറ്റ്സ് എന്നാണോ? സെൻസോറിയൽ അപ്പാരറ്റ്സ് എന്നാണോ? സെൻസോറിയൽ അപ്പാരറ്റസ് എന്ത് പറ്റി? ഇപ്പൊ ജോയിൻ ആയതാണോ? അല്ല സെൻസേഷണൽ ആണോ? അല്ലല്ല, അങ്ങനെ നമ്മളുടെ സെൻസസ് യൂസ് ചെയ്യുന്ന അപ്പാരറ്റസ്, അത് വെച്ചിട്ട് ആക്ടിവിറ്റീസ് ചെയ്യുന്ന അപ്പാരറ്റസ് ആണ് സെൻസോറിയൽ. ഞാനൊരു ആക്ടിവിറ്റി ചെയ്തു കഴിഞ്ഞോ? ഓൾ ക്ലാസ് ഈസ് ഡൂയിങ് ദാറ്റ് ആക്ടിവിറ്റി. ഒരു ആക്ടിവിറ്റി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മളൊരു മോണ്ടിസോറി ഫെസിലിറ്റേറ്റർ എന്നാണെന്ന് ഇമാജിൻ ചെയ്യുക. എന്നിട്ട് ഇന്ന് നമ്മളുടെ സെൻസസ് യൂസ് ചെയ്തിട്ട് ഇമാജിനറി ആക്ടിവിറ്റീസ് പ്രാക്ടീസ് ചെയ്യുക. കഴിയുമ്പോൾ ഒരു തംസ് അപ്പ് അല്ലെങ്കിൽ ഹാൻഡ് റൈസ് ഇട്ടേക്കണേ, മെസ്സേജ് അയക്കണം. ഈ ലാസ്റ്റ് വരിയില് ഇത് വെരി ഇമ്പോർട്ടൻറ്റ് എന്താന്നുള്ള 2 കാര്യങ്ങളുണ്ടല്ലോ. സജിന, ആക്ച്വലി ഞാനിത് എഴുതാൻ പറഞ്ഞിട്ടില്ല. ഞാൻ ഇവിടെ ഒരു ആക്ടിവിറ്റി കൊടുത്തിരിക്കുകയായിരുന്നു. സംതിങ് ലൈക്ക് മെഡിറ്റേഷൻ പോലെ ഒരു ആക്ടിവിറ്റി കൊടുത്തിരിക്കുകയായിരുന്നു. എല്ലാവരും അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം എല്ലാവരും കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് അതിന്റെ ഒരു ഫീഡ്ബാക്ക് റിവ്യൂ കേട്ടതിന് ശേഷം, ഐ തിങ്ക് യു ജോയിൻ ലേറ്റ്ലി അല്ലെ? ലേറ്റ് ആയിട്ടാണോ ജോയിൻ ആയത്? കേട്ടില്ലായിരുന്നോ ആക്ടിവിറ്റി? ആക്ടിവിറ്റി കയറിയായിരുന്നു. അപ്പൊ ഒരു ഇടയ്ക്കൊന്ന് മാറി. അപ്പൊ ഫുഡിന്റെ ടൈം ഓക്കെ, നോ പ്രോബ്ലം. ഞാനിത് എഴുതാൻ പറഞ്ഞിട്ടില്ല, കാരണം സെന്റൻസ് എന്തെങ്കിലും മാറ്റോ ചേഞ്ചസ് വരുത്താനൊക്കെ ഉണ്ട്. ഞാൻ ഇത് എടുത്തു വെച്ചതേ ഉള്ളൂ ആ പേജ്. എല്ലാവരോടും ഒരു മോണ്ടിസോറി ഫെസിലിറ്റേറ്റർ ആയിട്ട് ഇമാജിൻ ചെയ്ത് നമ്മളുടെ എല്ലാ സെൻസസും യൂസ് ചെയ്ത് ആക്ടിവിറ്റി ചെയ്യുന്നതായിട്ട് പ്രാക്ടീസ് ചെയ്യാൻ പറഞ്ഞേക്കുമായിരുന്നു. ജസ്റ്റ് ലൈക്ക് എ മെഡിറ്റേഷൻ. ഓക്കെ, സോ എല്ലാരും കഴിഞ്ഞു അല്ലേ? സോ ജസ്റ്റ് ഷെയർ യുവർ എക്സ്പീരിയൻസ് ഫോർ ഫീഡ്ബാക്ക്. ആരെങ്കിലും 2-3 പേര് പറയും, മെസ്സേജ് ഇടാൻ പറ്റുന്നവര് മെസ്സേജ് ഇടും. കാരണം ഇത് വേറൊരു ക്ലാസ്സിൽ ചെയ്യിച്ചപ്പോ ടീച്ചിങ് പ്രാക്ടീസിന് പോകാത്തവർ വരെ ഭയങ്കര ഹാപ്പിയായി. അവരങ്ങനെ ഒരു സ്കൂളിൽ പോയതുപോലെ തോന്നി, കുട്ടികൾ ചുറ്റും ഇരിക്കുന്നത് പോലെ കളിക്കുന്ന പോലെയൊക്കെ തോന്നി എന്നൊക്കെ പറഞ്ഞു. സോ നിങ്ങൾക്ക് എന്താ ഫീൽ ചെയ്തത്? മിസ്, എനിക്ക് ചെയ്തപ്പോ ഞാൻ ടീച്ചിങ് പ്രാക്ടീസിന് പോയപ്പോ ആ കുട്ടികളായിട്ടുണ്ടായിരുന്നൊരു
തോട്ടണമെന്ന്. അപ്പൊ അവര് സൗണ്ട് ഒക്കെ എടുക്കണ പോലെ എനിക്ക് തോന്നി. ശരിക്കും പറഞ്ഞാ ആ ഒരു ഫീലിംഗ് തോന്നി. ഒരു വല്ലാത്തൊരു സന്തോഷം തോന്നി. അതെ അതെ അതെ. അവിടെ പോകുന്നതിന്റെ ഒരു വിഷമം ഉണ്ടായിരുന്നു. പക്ഷെ ഇതൊന്ന് ഫീൽ ശരിക്കും ചെയ്ത ഇപ്പോഴും ഞാൻ ആ കുട്ടികളെ കാണുമ്പോ, ഞാൻ കുട്ടികളെ സ്കൂളിൽ ഞാൻ തന്നെ കൊണ്ടാക്കണേ. അപ്പൊ ഈ കുട്ടികളെ കാണാണ്ട് അടുത്താണ്. അപ്പൊ ഇപ്പോഴും കാണുമ്പോ ശരിക്കും പറഞ്ഞാൽ LKG UKG മാത്രമല്ല കേട്ടോ, ആ സ്കൂൾ ഒട്ടുമിക്ക കുട്ടികളെയും പരിചയമുള്ള പോലെ. പക്ഷെ അവര് ആര് കണ്ടാലും വന്നും സംസാരിക്കും. അത്രയ്ക്ക് ഒരു വല്ലാതൊരു അറ്റാച്ച്മെന്റ് ആയിപ്പോയി. പക്ഷെ എനിക്ക് അവിടെ ഇത് കിട്ടില്ല, കാരണം ആ ഒരു കോൺവെന്റ് സ്കൂളാണ്. പിന്നെ എന്തായാലും അവര് ആ ഒരു രീതിയിലാണ് നോക്കുള്ളൂ. ആ ആ പക്ഷെ അവർക്ക് അങ്ങനെ അപ്പൊ ആ ഒരു മെത്തേഡിൽ അവർക്ക് എടുക്കാൻ പറ്റുള്ളൂ. പക്ഷെ അതെ. എന്നാലും ടീച്ചേഴ്സ് ഒക്കെ ഭയങ്കര സപ്പോർട്ടീവ് ആണ്. ശരിക്കും നമുക്ക് ആ മോണ്ടിസോറി മെത്തേഡ് അനുസരിച്ചാണെങ്കിൽ നമ്മൾ ഓരോ ആക്ടിവിറ്റി കൊടുക്കുമ്പോൾ അതിന്റെ നമ്മൾ തൊട്ട് നോക്കുമ്പോൾ ഒരു ഇംപ്രഷനൊക്കെ ആ കുട്ടികൾക്ക് കാണിച്ച് അവർക്കത് ഫീൽ ചെയ്യുന്നുണ്ടാവും ട്ടോ. അങ്ങനെ ആ സ്കൂളിൽ മോണ്ടിസോറി മെത്തേഡ് അല്ല കേട്ടോ. പക്ഷെ എങ്കിലും ഞാൻ പഠിപ്പിച്ച സമയത്ത് അവിടെ ഒരു ആനിമൽസിന്റെ ഒക്കെ മോഡൽസ് ഉണ്ടായിരുന്നു. അപ്പൊ അത് കാണിച്ചു കൊടുക്കുമ്പോ അവരിപ്പോ എന്നോട് ചോദിക്കും, ഒന്ന് തൊട്ടോട്ട് എന്നൊക്കെ ചോദിക്കും. അപ്പൊ ചിലത് ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും. അപ്പൊ അവർക്ക് ഭയങ്കര ഇഷ്ടം തൊടാനായിട്ട്. ഒരു അങ്ങനെ ഉള്ളതുണ്ടായിരുന്നു. പിന്നെ കുറച്ച് ഹാർഡ് ആയിട്ടുള്ളത് ഉണ്ടായിരുന്നു. അപ്പൊ അത് കണ്ട് പഠിപ്പിച്ചപ്പോ അവർക്ക്, എനിക്ക് തോന്നുന്നു, നമ്മള് ബുക്കിൽ കാണിച്ചു കൊടുക്കണേക്കാൾ ഒന്നും കൂടി ഭയങ്കര അറ്റൻഷൻ കിട്ടിയെന്ന് തോന്നി അവർക്ക് ആ കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട്. അപ്പൊ ഓക്കെ. സോ ഇനി ആരെങ്കിലും? ശരി, നിങ്ങൾ ഇടയ്ക്ക് ഇങ്ങനെ ഒരു പ്രാക്ടീസ് ചെയ്യുന്ന നല്ലത്. സെൻസോറിയൽ ആ ഒരു ഏരിയയിലേക്ക് പോയത് കൊണ്ടാണ് ഞാൻ ഈ സെൻസസ് യൂസ് ചെയ്തിട്ടുള്ള ആക്ടിവിറ്റീസ് ഒന്ന് പ്രാക്ടീസ് ചെയ്യൂ എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോ നമുക്കറിയാം സെൻസോറിയൽ അപ്പാരറ്റസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ 5 സെൻസും കുട്ടികളുടെ നല്ല ഷാർപ്പായിരിക്കും. ഈ 5 സെൻസസ് യൂസ് ചെയ്തിട്ട് അവരെ കൊണ്ട് മാക്സിമം ആക്ടിവിറ്റീസ് ചെയ്യിക്കുക. ശരിക്കും ഈ സെൻസോറിയൽ ഏരിയ ആണ് മോണ്ടിസോറി മെത്തേഡിലെ വൈഡ് ആയിട്ടുള്ള ഒരു ഏരിയ എന്ന് പറയുന്നത്. കുറേ കാര്യങ്ങൾ കുട്ടികൾ എന്ത് ചെയ്യുന്നതാണ് മനസ്സിലാക്കുന്നത്. ലെങ്ത്, ഡെപ്ത്, അതുപോലെ തന്നെ ഡയമെൻഷൻസ് എല്ലാം തന്നെ, വെയിറ്റ്, ടെമ്പറേച്ചർ ഡിഫറൻസ്, പിന്നെ ടെക്സ്ചർ, ഓരോ സർഫസിന്റെ ടെക്സ്ചർ, പിന്നെ എന്തൊക്കെയാ വിഷ്വൽ ആയിട്ട് വരുന്നത്, ഓഡിറ്ററി, പിന്നെ സ്മെല് ചെയ്യുന്നത്, ടേസ്റ്റ് ചെയ്യുന്നത്. അത് ആ കുക്കിംഗ് ഒക്കെ ചെയ്യുമ്പോഴും അങ്ങനെയുള്ള ലെമണേഡ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ മധുരം നോക്കുന്നു, പഞ്ചസാര ചേർത്ത് ഉണ്ടാക്കുന്നെങ്കിൽ ആ മധുരം അവർ കറക്റ്റ് അത് മിക്സ് ചെയ്യാൻ പഠിക്കുന്നു ഒക്കെ ചെയ്യുന്നു. സോ ഇതിനകത്ത് എക്സ്ട്രാ എന്തെങ്കിലും ആഡ് ചെയ്യണമെന്ന് തോന്നുവാണെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാം. ഏതെങ്കിലും സെന്റൻസസ് കറക്റ്റ് ചെയ്യണമെങ്കിൽ കറക്റ്റ് ചെയ്യാം, എന്നിട്ട് എഴുതാം. ഇൻ ദിസ് 5 സെൻസസ് ആർ യൂസ്ഡ്, ദാറ്റ് ഈസ് ടച്ച്, സ്മെൽ, ഹിയർ, ടേസ്റ്റ് ആൻഡ് സീ. ഓക്കെ. ഇൻ അവർ ഡെയിലി ലൈഫ് ഇത് സെൻസസ് സെൻസോറിയൽ ഓർഗൻസ് എന്ന് പറയുന്നത് ഇതിന്റെ ഓർഗൻസ്. ഇപ്പൊ ടച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം സ്കിൻ അല്ലെ, സ്മെൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോസ്, ഓർഗൻസ് അതാണ്, ഇത് സെൻസസ് ഇതാണ്. അപ്പൊ ആ ഒരു അത് ഒന്ന് മനസ്സിലാക്കി വെക്കണം. ടേസ്റ്റ് ആൻഡ് ടേസ്റ്റ് പറഞ്ഞ ടങ്, സി, ഐ, അങ്ങനെ ഓർഗൻസ് അതാണ്, സെൻസസ് ഇതാണ്. ഇൻ അവർ ഡെയിലി ലൈഫ് വി നോ വി ക്യാൻ understand some items by touch and മാം yes. മാം അതില് സിക്ക് സൈറ്റ് എന്ന് കൊടുക്കായിരുന്നു മാം. Yes, കൊടുത്തു സൈറ്റ്. Okay. So we can understand some items by touch and ഞാൻ വായിച്ചു നോക്കുന്നതിന് എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണമെന്ന് അറിയാനാണ്. Some by seeing, some by seeing ഉള്ളത് നിങ്ങൾ വിഷ്വലൈസിംഗ് വേണമെങ്കിൽ ആക്കിക്കോ, കുറച്ചുകൂടെ ഒരു സ്റ്റാൻഡേർഡ് വേർഡ് ആയിരിക്കും. Some by smelling, some by hearing and some by tasting. Hearing or listening ഇടാട്ടോ, കുറച്ചുകൂടെ നല്ലൊരു വാക്ക് ലിസണിങ് ആയിരിക്കാം. So sensorial apparatus is very important in the അവിടെ 2 പ്രാവശ്യം ഡി ഉണ്ട്, ഒരു പ്രാവശ്യം മതി, ഡെവലപ്മെന്റ് ഓഫ് എ ചൈൽഡ്. ഓക്കെ. സോ in this 5 senses are used, that is touch, smell, hear, taste and sight എന്നല്ലേ പറയുന്നത്, സൈറ്റ് ഓർ വിഷ്വൽ എന്തെങ്കിലും. സോ എഴുതിക്കോ.
ഇനി മോഡ്യൂൾ 3 നമുക്ക് കുറെ ആക്ടിവിറ്റീസ് ഉണ്ട്. അപ്പൊ അത് നോക്കിയിട്ട് ആക്ടിവിറ്റീസ് ക്ലാസ്സിൽ ചെയ്യാൻ പറ്റുന്നവർ ക്ലാസ്സിൽ ചെയ്ത് കാണിക്കാൻ, നമ്മളുടെ കുട്ടികളെ കൊണ്ട് അതിലേതെങ്കിലും ആക്ടിവിറ്റീസ്, കാരണം അതാണ് ഡെമോൺസ്ട്രേഷൻ, പ്രസന്റേഷൻ. 3 വയസ്സുള്ള കുട്ടികളെ കൊണ്ടോ 4 വയസ്സുള്ള കുട്ടിയെ കൊണ്ടോ അങ്ങനെ ഓരോ ഏജിലുള്ള കുട്ടികളെ കൊണ്ട് ചെയ്യിക്കേണ്ട ആക്ടിവിറ്റീസ്. നമ്മൾ തിയറി പോലെ വായിച്ചു പോയിട്ട് കാര്യമില്ല. നിങ്ങളുടെ കുട്ടികൾ ആരെങ്കിലും ഈ ടൈമിൽ കംഫർട്ടബിൾ ആണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ കുട്ടികളെ കൊണ്ട് ചെയ്യിക്കാം. ഫസ്റ്റ് ബാച്ചിൽ പറഞ്ഞപ്പോ അവര് വീഡിയോ ഒക്കെ എടുത്ത് അയച്ചു തന്നു. കാരണം ഈ ഒരു ടൈമിൽ ചിലപ്പോൾ കുട്ടികൾ വിശന്ന് ഭക്ഷണം കഴിക്കുന്ന അല്ലെങ്കിൽ ഉറങ്ങുന്നൊക്കെ ടൈം ആയിരിക്കും ചെറിയ കുട്ടികളെ. അപ്പൊ അത് കാരണം പിന്നീട് വീഡിയോ എടുത്ത് അയച്ചു തരാന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ചെയ്തിരുന്നു. കാരണം ഇത് നമ്മൾക്ക് തിയറി വായിക്കാൻ ഒന്നുമില്ല. പാർട്ട് 3 കുറെ വൈഡായിട്ട് കൊടുത്തിട്ടുണ്ട്. പക്ഷെ അതെല്ലാം ഇതുപോലുള്ള ആക്ടിവിറ്റീസും അതിന്റെ പ്രസന്റേഷനുമാണ്. അതിൽ നിന്ന് എന്തെങ്കിലും പോയിന്റ്സ് ഉണ്ടെങ്കിൽ അതുകൂടെ എഴുതിക്കാം. പിന്നെ ഞാൻ ഓർത്തു ഈ റെക്കോർഡിൽ അതിൽ നിന്നും കൂടെ എഴുതി വെക്കണതിന് ഓൾറെഡി നിങ്ങൾക്ക് ആ PDF ഉണ്ട്, നിങ്ങൾക്ക് ടെക്സ്റ്റ് ഉണ്ട്, PDF ഉണ്ട്. ഇതും കൂടെ റെക്കോർഡിലേക്ക് കോപ്പി ചെയ്യണ്ടല്ലോ എന്ന് വിചാരിച്ച് ചെറിയൊരു ഡിസ്ക്രിപ്ഷൻ മാത്രം അപ്പാരറ്റസ് റെക്കോർഡിൽ മതിയല്ലോ എന്ന് കരുതിയിട്ടാണ് അതിൽ നിന്നൊന്നും ആഡ് ചെയ്യാത്തത്. എഴുതി കഴിയുമ്പോ പറയണേ. പിന്നെ ഒന്നുകൂടെ ഞാൻ റിപ്പീറ്റ് ചെയ്യാണ്, റെക്കോർഡ് വീഡിയോ കാണുന്നവര് വീഡിയോ കാണുമ്പോൾ സെറ്റിംഗ്സ് ക്ലിക്ക് ചെയ്യുക. താഴെ ക്വാളിറ്റി എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ക്വാളിറ്റിയിൽ ഹൈ ഡെഫിനിഷനോ അങ്ങനെ എന്തോ ഒരു ക്വാളിറ്റി, ഹയർ ക്വാളിറ്റിയുടെ ഒരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ബ്ലർഡ് ഒന്നും അല്ല, നല്ല ക്ലിയർ ആയിട്ട് കാണാം. സുജാത അത് ചെക്ക് ചെയ്ത് നോക്കി, നല്ല ക്ലിയർ ആന്ന് പറഞ്ഞു. മാം വീഡിയോയുടെ ഡെയിലി സൂം ചെയ്ത് നോക്കിയാലും ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ആണോ? അല്ല, ഞാൻ ചോദിക്കുന്നത് റെക്കോർഡ് ക്ലാസ് കാണുന്നവർക്ക് ഏത് ബ്ലർഡ് ആയിട്ട് കാണുന്നു എന്ന് പറഞ്ഞിരുന്നേ. ഇല്ല, ഞാൻ കഴിഞ്ഞ ദിവസം റെക്കോർഡ് ക്ലാസ്സാ കണ്ടത്. അപ്പൊ ഞാൻ സൂം ചെയ്തപ്പോ നല്ല ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ആണല്ലേ? ബ്ലർഡ് ആയിരുന്നു എന്ന് പറഞ്ഞു. അതാണ്. അപ്പൊ ചിലപ്പോ ഫോണില് ആ സെറ്റിങ്സ് ആയിരിക്കും ഏറ്റവും ലോ ക്വാളിറ്റിയിൽ വീഡിയോ എന്നുള്ള രീതിയിൽ. ചില ഫോണിലൊക്കെ സെറ്റിങ്സ് അങ്ങനെ കിടക്കുമല്ലോ. അപ്പൊ അത് ചിലപ്പോ ഹൈ ക്വാളിറ്റി സെറ്റിങ്സ് കിടന്നുകൊണ്ടായിരിക്കാം. ഇൻസ്റ്റിറ്റ്യൂട്ടിന് ക്വാളിറ്റി കുറയ്ക്കാതെ ഫുൾ റെസൊല്യൂഷൻ, ഹയർ റെസൊല്യൂഷനിൽ തന്നെയാണ് എല്ലാ വീഡിയോസും സെൻഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു റിജോട്. റിജോ ആണ് എനിക്ക് പറഞ്ഞു തന്നത്, ഇങ്ങനെ സെറ്റിങ്സ് എടുത്തിട്ട് ഇങ്ങനെ ചെയ്താൽ മതി നല്ലപോലെ കാണാനായിട്ട്. അങ്ങനെ ചെയ്യുമ്പോ നല്ല രീതിയിൽ കാണുന്നുണ്ട് മാം. ആദ്യമായിരുന്നു ആ ബുദ്ധിമുട്ട് ഉണ്ടായിരുന്നത്. ഇപ്പൊ മാം പറഞ്ഞ പോലെ ചെയ്ത് നോക്കുമ്പോ കറക്റ്റ് കിട്ടുന്നുണ്ട്. സോ താങ്ക്സ് ടു റിജോ. റിജോ ആണ് പറഞ്ഞത്. ഇവിടെ ഞാൻ ഇടയ്ക്ക് മൂവി ഇങ്ങനെ എന്തെങ്കിലും ജോലിയൊക്കെ ചെയ്യുമ്പോഴേക്കും മൂവി കാണാനായിട്ട് നെറ്റ്ഫ്ലിക്സിലൊക്കെ എന്തെങ്കിലും ഒരു ആപ്പില് ഡിസ്നിയിലാക്കും ഓൺ ചെയ്യുമ്പോൾ ക്വാളിറ്റി, മനോരമ മാക്സിലൊക്കെ ക്വാളിറ്റി ചോദിക്കും. ഞാൻ എപ്പോഴും ഡേറ്റ സേവറേ കൊടുക്കുള്ളൂ. അത്ര ക്വാളിറ്റിയിലൊന്നും ആയിരിക്കില്ല കാണുന്നത്, നമുക്കത് മതിയല്ലോ. അങ്ങനെ പല ക്വാളിറ്റി ഉണ്ട്, ഹൈ ഡെഫിനിഷൻ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറെ ഹയർ ക്വാളിറ്റിയിലൊക്കെ ഉള്ളതൊക്കെ ഉണ്ട്. യൂട്യൂബിൽ ചിലപ്പോൾ ഞാൻ മൂവി ഡൗൺലോഡ് ചെയ്യും, അതിലും ചോദിക്കാറുണ്ട് ഇതുപോലെ തന്നെ ക്വാളിറ്റി. ഓക്കെ, എഴുതി കഴിഞ്ഞു. നമുക്ക് എത്രയും പെട്ടെന്ന് അപ്പാരറ്റസ് റെക്കോർഡ് തീർക്കുവാണെങ്കിൽ നല്ലതാണ്. കാരണം നിങ്ങൾ എത്രയും നേരത്തെ ഫ്രീ ആക്കാം. നമുക്ക് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വന്നുള്ള സെഷൻ അറേഞ്ച് ചെയ്യാം. കൂടുതൽ സമയം പ്രാക്ടിക്കൽസ് ചെയ്യാനായിട്ട് പറ്റും. എഴുതുന്നത് നമ്മളൊന്ന് സ്പീഡ് ആക്കുവാണെങ്കിൽ നല്ലതായിരുന്നു. ഓക്കെ, സോ എനിക്ക് തോന്നുന്നു ഇൻട്രോ ഇത് മതിയാകും. സെൻസോറിയൽ അപ്പാരറ്റസ്. കാരണം വെച്ചാൽ ഈ ഏരിയയില് നിറയെ മെറ്റീരിയൽസ് ഉണ്ട്. ഓരോ മെറ്റീരിയൽസിനെ കുറിച്ചും നമുക്ക് നിറച്ചെഴുതാനുണ്ട്. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് വൺ നമുക്ക് പിങ്ക് ടവർ ആണ്. പക്ഷെ പിങ്ക് ടവർ നമുക്ക് കിട്ടിയിട്ടില്ല. അപ്പൊ വേറൊരു നമ്മുടെ ഓഫീസിൽ തന്നെയുള്ള അപർണ എന്നൊരു ടീച്ചർ കുട്ടികളെ കൊണ്ട് ചാർട്ട് പേപ്പർ കൊണ്ട് പിങ്ക് ടവർ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പൊ നിങ്ങൾക്കും വേണമെങ്കിൽ ട്രൈ ചെയ്യാം. ക്യൂബ് എങ്ങനെ ചാർട്ട് പേപ്പർ കൊണ്ട് ഉണ്ടാക്കുന്നു എന്നൊക്കെ യൂട്യൂബ് വീഡിയോ ഉണ്ടാവുമായിരിക്കും. അപ്പൊ അത് നോക്കിയിട്ട് 10 ക്യൂബ്സ് 1 സെന്റിമീറ്റർ തുടങ്ങി 10 സെന്റിമീറ്റർ വരെയുള്ള 10 ക്യൂബ്സ് നിങ്ങൾ എടുക്കുവാണെങ്കിൽ പിങ്ക് ടവർ ചെയ്യാനായിട്ട് പറ്റും. പിങ്ക് ടവർ ഓൾമോസ്റ്റ് 8,000 ഒക്കെയാണ് അതിന്റെ കോസ്റ്റ് തോന്നുന്നത്. പക്ഷെ ചാർട്ട് പേപ്പർ കൊണ്ട് നമുക്ക് അതിന്റെ ഒരു റിപ്ലിക്ക ഉണ്ടാക്കാനേ പറ്റുള്ളൂ. ആക്ച്വലി പിങ്ക് ടവർ എന്ന് പറയുന്നത് സോളിഡ് വുഡൻ ബ്ലോക്സ് ആണ്. ഓക്കെ, സോ ഇതിന്റെ പിക്ചർ ഉണ്ട്. പക്ഷെ പിക്ചർ അത്ര ഭയങ്കര വിങ്ക് ആയിട്ടൊന്നും കാണുന്നില്ല, വലിയ ക്ലിയർ അല്ല. പിക്ചർ ആദ്യം ഞാനൊന്ന് കാണിച്ചു തരാം. അത് പിങ്ക് ടവർ.
10 ക്യൂബ്സ് ആണ്, കണ്ടോ, വലുത് തുടങ്ങി ചെറുത് വരെയും 10 ക്യൂബ്സ് ഉള്ളു. അപ്പൊ ഈ രീതിയിലാണ് കുട്ടികളെ അറേഞ്ച് ചെയ്യുന്നത്. അപ്പം കുട്ടികളല്ലേ, ഒരു അഡൾട്ടിനോട് പറഞ്ഞു കഴിഞ്ഞാൽ അഡൾട്ട് ഓക്കെ കറക്റ്റ് ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ ചെയ്യുമായിരിക്കും. പക്ഷെ കുഞ്ഞുങ്ങൾ ചെയ്യുമ്പോൾ ചിലപ്പോൾ അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോകും. നമ്മൾ ഇതിനുമായിട്ട് കമ്പയർ ചെയ്ത് നമ്മളൊരു ടോയ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ക്ലാസ്സിൽ, ഓർമ്മയുണ്ടോ? റിങ് എങ്ങനെ ഇടുന്നത്. അപ്പൊ കുട്ടികൾ ആ കറക്റ്റ് ഒരു ടോയ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് നമ്മളുടെ രമ്യ എന്ന് പറഞ്ഞ ടീച്ചർ, രമ്യ സരിത, 2 ടീച്ചർമാരുണ്ടല്ലോ, അവരുടെ സ്കൂളിലുണ്ടെന്നൊക്കെ അവരൊന്ന് പറഞ്ഞിരുന്നു. ഈ ഒരു പ്രിസം പോലെ ഇങ്ങനെ ഇരിക്കുന്നതില് പ്ലാസ്റ്റിക്കിന്റെ അതിനകത്ത് കളർഫുൾ ആയിട്ടുള്ള ഒരു റിങ്, ഏറ്റവും താഴെ ഏറ്റവും വലിയ ഡയമീറ്റർ ഉള്ള റിങ് ആയിരിക്കും. മുകളിലേക്ക് പോകുന്നതോറും അതിന്റെ സൈസ് കുറയും. അപ്പൊ കുട്ടി ഫസ്റ്റ് ടൈം ഇടുന്ന ക്ലാസ്സിലുണ്ട് കുട്ടികളെ കൊണ്ട് ചെയ്യിക്കുന്ന പല പല കളേഴ്സിലായിരിക്കും കൊടുക്കുന്നത്. അതെ. അതിന്റെ ഏതോ അതേപോലെ ഒരു ഫംഗ്ഷൻ ചെയ്യുന്ന ഒരു സാധനം തന്നെയാണ് പിങ്ക് ടവർ എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ പ്രത്യേകതകളാണ് നമ്മൾ ഇനി എഴുതാൻ പോകുന്നത്. ഹെഡിങ് കൊടുത്തു. പിങ്ക് ടവർ ഞാൻ ഒന്നുകൂടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചോദിക്കാം, അത് ഒന്ന് വരുത്താൻ പറ്റുമോ എന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എപ്പോഴെങ്കിലും ക്ലാസ്സിലാണെങ്കിലും കാണാമല്ലോ. പിങ്ക് ടവർ ഹെഡിങ് കൊടുക്കുക. ഞാൻ ജസ്റ്റ് ഒന്ന് വായിച്ചു, അല്ലെങ്കിൽ ആരെങ്കിലും ഒന്ന് വായിച്ചിട്ട് എന്തെങ്കിലും കറക്ഷൻ ഉണ്ടെങ്കിൽ പറഞ്ഞാലും മതി. ഫസ്റ്റ് സെന്റൻസ് ഒന്ന് ചേഞ്ച് ആക്കാനുണ്ടല്ലേ, ഒരു സുഖമില്ല അത് വായിക്കാൻ. It is attractive and pink in color എന്ന് പറയാൻ വേണ്ടി. Yes, that's it. It is attractive and pink in color. അതിന്റെയൊക്കെ പറഞ്ഞിട്ടുണ്ടാവും, ഞാനൊന്നും കേൾക്കാത്തോ. ഞങ്ങൾ ഇരുന്ന് ഈ ക്ലാസ്സുകളിൽ എഴുതുന്നത്. ഇത്രയും പോലും സമയം നമുക്ക് ഞാനിപ്പോ തരുന്ന സമയം തരിക 2 ദിവസം കൊണ്ട് എങ്ങാണ്ടായിരുന്നു തോന്നുന്നു ഞങ്ങളുടെ പ്രാക്ടിക്കൽ സെഷൻ. It is attractive and pink in color. Thank you, Sujata. It consists of 10 wooden cubes. The measurement of the cubes varies from 10 centimeter in the largest to 1 centimeter in the smallest. Children will get the idea of comparing the sizes. They will realize the weight also. ഓരോ വലിപ്പം കൂടുന്നതിനനുസരിച്ച് വെയിറ്റ് ഉണ്ടാവും. Thus their motor ആണ് ഫൈൻ മോട്ടോർ സ്കിൽ, ഫൈൻ അല്ല രണ്ടും MOTOR ആണ് കേട്ടോ. മോട്ടോർ സ്കിൽ ഡെവലപ്ഡ്. റിയലൈസ് സെന്റൻസിന്റെ സ്ട്രക്ചർ ശരിയല്ല. ദേ വിൽ റിയലൈസ് അല്ലെങ്കിൽ ദേ ക്യാൻ റിയലൈസ് ലെസ് ആൻഡ് മോർ കൺസെപ്റ്റ്. ദേ ക്യാൻ റിയലൈസ്, ദേ ഉദ്ദേശിക്കുന്ന ചിൽഡ്രൻ ആട്ടോ. ദേ ക്യാൻ റിയലൈസ് ലെസ് ആൻഡ് മോർ കൺസെപ്റ്റ്. ദേ വിൽ ലേൺ ടു ടേക്കിംഗ് കെയർ ആൻഡ് ഹാൻഡിൽ ഇറ്റ് പ്രോപ്പർലി. They will enjoy by doing repeatedly. Counting skill, imaginary skill, and creativity skill get improved. They will learn ascending order and descending order. Concentration level increased. Idea of a tower will get soon. Skill of planning and balancing will learn. Taking care of the things which have weight. അപ്പൊ കുട്ടികൾ ഈ വെയിറ്റ് ഹാൻഡിൽ ചെയ്യുമ്പോൾ അവരല്ലാതെയുള്ള എന്തെങ്കിലും ഒബ്ജക്ട്സ് വെയിറ്റ് ഉള്ളത് എടുക്കുമ്പോൾ അവരുടെ അതിനനുസരിച്ച് അവർ യൂസ് ചെയ്യും. Their architectural skill also get improved. So the first sentence ന്റെ അർത്ഥം ചേഞ്ച് ഉണ്ട്. It is attractive and pink in color. Next one, okay. മാം, ഇത് മെഷർമെന്റ് ഓഫ് ദ കഴിഞ്ഞിട്ട് എന്തുവാ? The measurement of the cubes. second sentence. Measurement of the cubes. ചൂടൊന്ന് ചേർത്താക്കണോ? The measurement of the cubes varies from 10 centimeter in the largest to 1 centimeter in the smallest. MOTOR ആണ്. Thus their motor skill developed.
Thus their motor skill developed. They can realize less and more concept. മാം ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ? Yes. ഈ റിയലൈസ് ലെസ് ആൻഡ് മോർ കൺസെപ്റ്റ് എന്ന് എന്താ ഉദ്ദേശിക്കുന്നത്? ചെറുതും വലുതും 10 ഇല്ലേ, വലുത് തുടങ്ങി ചെറുത് വരെ ഉണ്ടല്ലോ. അപ്പൊ അസെൻഡിങ് ഓർഡർ ഡിസെൻഡിങ് ഓർഡറിന്റെ ഒപ്പം തന്നെ അതിന്റെ സൈസും അറിയുവാണ്. ചെറുത് അത് ഉണ്ട്, ആ ഒരു കൺസെപ്റ്റും കൂടെ അവർക്ക് കിട്ടും. ചെറിയത് വലുത് അങ്ങനെ ഒരു കൺസെപ്റ്റ്. മിക്കവാറും ഇവര് സപ്പോർട്ടിന് വേണ്ടിയിട്ട് ഫെസിലിറ്റേറ്ററെ വിളിക്കുമ്പോൾ ഫെസിലിറ്റേറ്റർ മേ ബി അവരെ ഗൈഡ് ചെയ്യുന്നുണ്ടാകാം. ടേക്ക് ദ സ്മോളർ വൺ, അല്ലെങ്കിൽ വിച്ച് ഹാസ് ലെസ് സൈസ്, അങ്ങനെയൊക്കെ വിച്ച് ഹാസ് മോർ സൈസ്, അങ്ങനെ കമ്പയർ ചെയ്ത് ചിലപ്പം അവർക്ക് ഇത് ഡെമോ കാണിക്കുന്നുണ്ടാവും. സോ ലെസ് മോർ എന്നുള്ളത് അവർക്ക് കിട്ടും. ഏറ്റവും ചെറുത്, അങ്ങനെ ആ ഒരു കമ്പയർ ചെയ്യുന്ന ആ ഒരു ഇതും കൂടെ, ആ ഒരു സെൻസും കൂടെ അവർക്ക് വരും. മാം ഞാൻ അതിനെ ഇങ്ങനെ ഒന്ന് തിരുത്തി. Thus their motor skills develops എന്നാക്കി. പിന്നെ they realize the concept of more or less അങ്ങനെ ആക്കി. അപ്പൊ ഒന്നും കൂടി ക്ലിയർ ആവില്ല. പറ്റിയൊന്ന് ചാറ്റ് ബോക്സിൽ എഴുതി. Thus their motor skill develops അല്ലേ, റൈറ്റ്? Develops അല്ലെങ്കിൽ thus their motor skills are developed അങ്ങനെ എഴുതാം. Okay.
ഓക്കെ കഴിയുമ്പോ പറയണേ. മിസ് അസെൻഡിങ് ഓർഡർ ആൻഡ് ഡിസെൻഡിങ് ഓർഡർ, അതിനൊരു അസെൻഡിങ് ആൻഡ് ഡിസെൻഡിങ് ഓർഡർ അങ്ങനെ എഴുതിയ പോലെ. ഓക്കെ കഴിഞ്ഞോ? ഓക്കെ, എഴുതുന്നവർ കേട്ടാൽ മതി. നിങ്ങളുടെ മോഡ്യൂൾ 3 കൊടുത്ത കുറച്ച് കാര്യം ഞാൻ പറയുവാണ്. സെൻസസ്, 5 ബേസിക് സെൻസസ്, വിഷ്വൽ ബ്രാക്കറ്റിൽ സൈറ്റ് എന്ന് കൊടുത്തിട്ട് ടാക്ടൈൽ, ടച്ച്. നിങ്ങളൊന്ന് വായിക്കുക, സമയം കിട്ടുമ്പോൾ ആ മോഡ്യൂൾ വായിക്കണം കേട്ടോ. കാരണം നമുക്കിത് തിയറി പോലെ പഠിക്കേണ്ടതല്ല മോഡ്യൂൾ 3. അതിന്റെ പ്രാക്ടിക്കൽ സൈഡ് ചെയ്യുമ്പോൾ ഇത് മനസ്സിലാക്കി പോകേണ്ടതാണ്. ഓഡിറ്ററി, ഹിയറിംഗ് ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്. ഓൾഫാക്ടറി, സ്മെൽ, ഗസ്റ്റേറ്ററി, ടേസ്റ്റ്. ഓക്കെ, ഈ സെൻസസിനെ കുറച്ചുകൂടെ ഒന്ന് വൈഡ് റേഞ്ച് ഓഫ് ആക്ഷൻസിലേക്ക് മാറ്റുമ്പോൾ ഉള്ള സെൻസസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. വൈഡ് റേഞ്ച് ഓഫ് ആക്ഷൻസ് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, നമ്മൾ ടെമ്പറേച്ചർ ഡിഫറൻസ് മനസ്സിലാക്കുന്നുണ്ട് അല്ലെ, തെർമിക് സെൻസ്, വെയിറ്റ് മനസ്സിലാക്കുന്നുണ്ട്, ബാരിക് സെൻസ്, ടച്ച് അങ്ങനെ മനസ്സിലാക്കുന്ന, ടാക്ടൈൽ എന്ന് പ്രത്യേകം പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ അത് പറയുന്നതാണ് വിഷ്വൽ സെൻസ്. ഓൾറെഡി നമ്മൾ പറഞ്ഞു, കാണുന്നത് അല്ലെ. നമ്മളുടെ വിഷ്വൽ സെൻസിന്റെ ഓർഗൺ എന്താണ്? ഐ അല്ലെ. സെൻസ് ഓർഗൺ എന്ന് പറയുന്നത് ഐ ആണ്. ടാക്ടൈൽ സെൻസ്, ടച്ച് വരുന്നത്. സെൻസ് ഓർഗൺ നമ്മുടെ സ്കിൻ ആണ്. ഓക്കെ, പിന്നെ ബാരിക് സെൻസ്, അതും നമ്മൾ ടച്ച് ചെയ്ത് അല്ലെങ്കിൽ എടുത്ത് ഹോൾഡ് ചെയ്ത് ആ വെയിറ്റ് മനസ്സിലാക്കുന്നതാണ് ബാരിക് സെൻസ്. തെർമിക് സെൻസ്, ടെമ്പറേച്ചർ ഡിഫറൻസ്, ഹോട്ട്, വാം, കോൾഡ് അല്ലെ. നോർമൽ ആയിട്ടുള്ള ഒരു തണുപ്പ്, കോൾഡ് കുറച്ചുകൂടെ, ഐസ് ക്യൂബ്സിന്റെ തണുപ്പ് വേറെ ആയിരിക്കുമല്ലോ, ഐസ് വാട്ടറിന്റെ തണുപ്പ് വേറെ ആയിരിക്കും. നമ്മുടെ നോർമൽ റൂം ടെമ്പറേച്ചറിലൊരു വാട്ടർ എന്ന് പറയുമ്പോൾ വേറൊരു ടെമ്പറേച്ചർ ആയിരിക്കും അതിനുള്ളത്. പിന്നെ ഓഡിറ്ററി സെൻസ്, നമ്മൾ കേൾക്കുന്നത് അല്ലെ. നമ്മുടെ സെൻസറി ഓർഗൺ എന്ന് പറയുന്നത് ഇയർ ആണ്. ഓക്കെ, പിന്നെ ഗസ്റ്റേറ്ററി സെൻസ്. ഗസ്റ്റേറ്ററി സെൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ ടേസ്റ്റ് ചെയ്യുന്നത്, നമ്മുടെ ടങ്കാണ് പറയുന്നത് അതിന്റെ ഒരു ടേസ്റ്റ് ഇതായിട്ട്. പിന്നെ ഓൾഫാക്ടറി സെൻസ്, നമ്മൾ സ്മെൽ ചെയ്യുന്നത്, നമ്മുടെ നോസ് ആണ് നമ്മുടെ സെൻസറി ഓർഗൻസ്. പിന്നെ ഒരു സെൻസ് പറയുന്നുണ്ട് സ്റ്റിരിയോഗ്നസ്റ്റിക് സെൻസ് എന്നുള്ളത്. സ്റ്റിരിയോഗ്നസ്റ്റിക് സെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ഫീൽ ചെയ്യുന്നത് തന്നെയാണ്, ബട്ട് വിത്തൗട്ട് സീയിങ്. ഓക്കെ, നമ്മൾ കാണാതെ നമ്മൾ ഫീൽ ചെയ്യുന്നത്.
അതാണ് സ്റ്റീരിയോഗോണിസ്റ്റിക് സെൻസ്. നമ്മുടെ ടാക്ടൈൽ സെൻസ് തന്നെ അതിനെ ഒന്നുകൂടെ ഒന്ന് എക്സ്പാൻഡ് ചെയ്തതാണ് സ്റ്റീരിയോഗോണിസ്റ്റിക് സെൻസ്. കാണാതെ, നമ്മൾ കാണുന്നില്ല, കേൾക്കുന്നില്ല, നമ്മൾ ഫീൽ ചെയ്ത് മനസ്സിലാക്കുന്നതാണ് സ്റ്റീരിയോഗോണിസ്റ്റിക് സെൻസ് എന്ന് പറയുന്നത്. ആ ഡിഫറൻസ് മനസ്സിലാക്കണം. നമ്മൾ കാണുന്നില്ല, കേൾക്കുന്നില്ല, സ്മെല് ചെയ്യുന്നില്ല, ടേസ്റ്റ് ചെയ്യുന്നില്ല, നമ്മൾ ആകെ ഫീൽ ചെയ്താണ് അത് മനസ്സിലാക്കുന്നത്. ഇപ്പൊ ഒരു 2 ക്ലോത്ത് വെച്ചിരിക്കുന്നു. ഒരെണ്ണം ഒരു റഗ്ഗാണ്, ഭയങ്കര എന്താ പറയാ ഹാർഡ്, ഒത്തിരി കട്ടിയുള്ളൊരു ക്ലോത്ത്, നമ്മൾ ഈ ചവിട്ടിക്കൊക്കെ യൂസ് ചെയ്യുന്ന പോലെ തന്നെ. ഒരെണ്ണം സിൽക്കാണ്. സോ രണ്ടും നമ്മൾ ബ്ലൈൻഡ് ഫോൾഡ് ആയിട്ട് ടച്ച് ചെയ്യാണ്. സോ നമുക്ക് ആ ടെക്സ്ചർ ഡിഫറൻസ് നമ്മൾ ഫീൽ ചെയ്യാണ്. അവിടെ നമ്മൾ കാണുന്നില്ല, ബ്ലൈൻഡ് ഫോൾഡ് ആണ്, നമ്മൾ കാണുന്നില്ല, ഒന്നും കേൾക്കുന്നില്ല, പിന്നെ സ്മെല് ചെയ്യുന്നില്ല, ടേസ്റ്റ് ചെയ്യുന്നില്ല, ഇതൊന്നും ചെയ്യാതെ, ബാക്കിയുള്ള സെൻസസ് ഒന്നും യൂസ് ചെയ്യാതെ ഫീൽ ചെയ്ത് മനസ്സിലാക്കുന്നത്. പറയുവാണോ? സോറി മാം. ഓക്കെ. അപ്പൊ ശരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബ്ലൈൻഡ് ഫോൾഡ് ഒക്കെ ചെയ്ത് ഓരോ കാര്യങ്ങൾ ടച്ച് ചെയ്ത് ഫീൽ ചെയ്യുമ്പോൾ, കുട്ടികളെ കൊണ്ട് ബ്ലൈൻഡ് ഫോൾഡ് ചെയ്ത് നമ്മൾ ചില ആക്ടിവിറ്റീസ് ചെയ്യുമ്പോൾ ഇവരുടെ മനസ്സിൽ അതിനെ കുറിച്ചൊരു പിക്ചർ വരും. മനസ്സിലായോ? ഒരു പിക്ചർ കിട്ടുന്ന ഒരു ഒബ്ജക്ട് ആ ടച്ച് ചെയ്യുന്നതുകൊണ്ടൊക്കെ. പിന്നെ അവർക്ക് ഇതിന്റെ എല്ലാത്തിന്റെ ഏതൊരു ആക്ടിവിറ്റി ചെയ്യുമ്പോഴും ഞാൻ പറഞ്ഞ പോലെ ബോണസ് ബൈ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ലാംഗ്വേജ് ഡെവലപ്മെന്റ് ആണ്. ഓക്കെ. പിന്നെ ഒരു മസ്കുലാർ മെമ്മറി, അങ്ങനെ ഒരു കാര്യം പറയും. അങ്ങനെ ഒരു മെമ്മറി ഉണ്ടെങ്കിൽ ദാറ്റ് വിൽ ഡെവലപ്പ്. അപ്പൊ അവർക്ക് ഫീൽ ചെയ്ത് എന്ത് ഒബ്ജക്ട്സും മനസ്സിലാകും. പിന്നെ ഡാർക്ക്നെസ് ആണ്. ഇപ്പൊ കറണ്ട് പോയി, ടോർച്ച് കണ്ടുപിടിക്കണം. എവിടെയാണ് ഇരിക്കുന്നതെന്ന് ടോർച്ച് അറിയാം. റൂമിന്റെ കോർണറിൽ ടേബിളിൽ ഇരിക്കുന്നുണ്ടെന്നോ അങ്ങനെ എന്തെങ്കിലും ആരെങ്കിലും പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ പതുക്കെ ഓരോ സാധനങ്ങളും ടച്ച് ചെയ്ത് പോയി ആ ഇരുട്ടത്ത് പോയി ആ ടോർച്ച് എടുത്തോണ്ട് വരാനായിട്ട് പറ്റും. അങ്ങനെ എന്തെങ്കിലും സാധനം ഇരുട്ടത്ത് അവർക്ക് എടുക്കാനും മനസ്സിലാക്കാനുമായിട്ട് പറ്റും. ഇപ്പൊ ബ്ലൈൻഡ് ഫോൾഡ് ചെയ്ത് പല സെൻസോറിയൽ മെറ്റീരിയൽസിന്റെ മിക്ക ആക്ടിവിറ്റി നമ്മൾ ബ്ലൈൻഡ് ഫോൾഡ് ചെയ്ത് ചെയ്യിക്കുമ്പോൾ കുറച്ചുകൂടെ അവര് ഷാർപ്പാകും. ഓക്കെ. സോ അത് ക്ലിയർ ആയല്ലോ സ്റ്റീരിയോഗോണിസ്റ്റിക് സെൻസ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ പിങ്ക് ടവർ എത്രയാണ്? പിങ്ക് ടവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 ക്യൂബ്സ് ആണ്. ഈ 10 ക്യൂബ്സ് 10 സെന്റിമീറ്റർ ആണ് ഏറ്റവും വലുത്. അങ്ങനെ 9, 8, 7, 6, 5, 4, 3, 2, 1 എന്ന് പറഞ്ഞിട്ട് 10 ക്യൂബ്സ് ഉണ്ട്. ഇത് അറേഞ്ച് ചെയ്യുക എന്നുള്ളതാണ് അവരുടെ ഒരു ആക്ടിവിറ്റി. അത് പല രീതിയിലും ഈ കുട്ടികൾ അറേഞ്ച് ചെയ്യും. അവരുടെ ക്രിയേറ്റിവിറ്റി ആ ഒരു പിക്ചറിൽ നിങ്ങൾക്ക് കാണാം. അത്ര ക്ലിയർ അല്ലെങ്കിൽ എന്നാലും ഒരു ഐഡിയ കിട്ടുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. ഇതൊട്ടും കാണാൻ പറ്റില്ല അല്ലേ? എന്റെ ടെക്സ്റ്റിലും കാര്യമായി അതത്ര ക്ലിയർ പിക്ചറും അല്ല. അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് നോർമലി പിങ്ക് ടവറിനെ വെക്കില്ലേ, അതുപോലെ വെക്കാം. ഫസ്റ്റ് വൺ അങ്ങനെ കാണിച്ചിരിക്കുന്നത്. പിന്നെ വെറുതെ എന്താ പറയാ ഒരു ടച്ച് ചെയ്യാതെ ഇങ്ങനെ ഒരു ക്യൂബ് ഈ ഒരു ലെഫ്റ്റ് സൈഡ് കോർണറിലാണെങ്കിൽ അടുത്തത് താഴെ, അതിന്റെ തൊട്ട് താഴെ റൈറ്റ് സൈഡ് കോർണറിലേക്ക് വെക്കും. പിന്നെ മൂന്നാമത്തത് വീണ്ടും മറ്റേ ലെഫ്റ്റ് സൈഡ് കോർണറിലേക്ക് വരും. അങ്ങനെ ഒരു 6 ആക്ട് അങ്ങനെ പോലെ ആ രീതിയിൽ കുട്ടികൾ പ്ലേസ് ചെയ്യും. പിന്നെ ടച്ച് ചെയ്യാതെ തന്നെ ഇപ്പൊ നിലത്ത് മാറ്റിൽ വെച്ചിട്ടായിരിക്കും ഇത് ചെയ്യുന്നത്. ടച്ച് ചെയ്യാതെ മാറ്റിൽ ഇങ്ങനെ വെക്കാം. പിന്നെ ഇത് ഈ ക്യൂബ് ഷേപ്പ് ആണല്ലോ, ക്യൂബിനെ ജസ്റ്റ് ഒന്ന് കൈറ്റിന്റെ പോലെ ആക്കി ഒന്ന് തിരിക്കുവാണെങ്കിൽ ജസ്റ്റ് ഒന്ന് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ പോയിന്റഡ് ആയിട്ടുള്ള ഭാഗം മുകളിലായിട്ട് ഇങ്ങനെ വരും. ആ രീതിയിൽ പ്ലേസ് ചെയ്യുക. അങ്ങനെ കുട്ടികൾ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യും. പിന്നെ ചിലപ്പോ ഇങ്ങനെ 6 ആക്ട് മോഷൻ തന്നെ ഒരു പാമ്പ് ഇങ്ങനെ ഇരിക്കുന്ന പോലെ ഇങ്ങനെ വളച്ചു വെക്കും. അങ്ങനെ പല രീതിയിലും കുട്ടികൾ ചെയ്യും ഇത് വെച്ചിട്ട്. അതാണ് ഇവിടെ ആർക്കിടെക്ചറൽ സ്കിൽ ഗോട്ട് ഇംപ്രൂവ്ഡ് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ആ ഒരു പിക്ചറിൽ അത്ര ക്ലിയർ അല്ല. നിങ്ങൾ കാണിച്ചു തന്നാൽ ക്ലിയർ ആവുമെന്ന് എനിക്ക് അറിയില്ല. ഞാൻ നോക്കാം. ഞാൻ സ്റ്റോപ്പ് ചെയ്യുവാണേ. കാണാൻ പറ്റുന്നുണ്ടോ? അത് പിങ്ക് ടവർ പല രീതിയിൽ വെച്ചിരിക്കുന്നത് ക്ലിയർ ആണോ? കുട്ടികൾ അവരുടെ കയ്യിൽ കിട്ടുമ്പോൾ മാനിപ്പുലേറ്റ് ചെയ്യും. അവർ പല രീതിയിൽ തന്നെ ഇതിങ്ങനെ പ്ലേസ് ചെയ്യും. അവരുടെ ഒരു ആക്ടിവിറ്റിയാ, വർക്ക് ടു പ്ലേ എന്നൊക്കെ പറയുന്ന പോലെ ഗെയിം പോലെ അവർ ചെയ്യാറുണ്ട്.
സോ നമുക്ക് വൈൻഡപ്പ് ചെയ്യാറായി. മിസ് ഒരു ഡൗട്ട് ചോദിക്കട്ടെ മിസ്, നമ്മൾ സ്കൂളിലോട്ട് ട്രെയിനിങ്ങിന് പോവില്ലേ, അപ്പൊ നമ്മൾ കൊണ്ടുപോകുന്ന അവര് കുറെ, ഇപ്പൊ ഞാൻ കുറച്ച് ദിവസമായി ടോർച്ചറിങ് പോലെ പറയാൻ തുടങ്ങിയിട്ട്, പക്ഷെ എനിക്ക് അത്രയും അറിയുന്നുണ്ടായിരുന്നില്ല ഇതിനെ പറ്റി. അവര് പറയുന്നുണ്ട് ആര്യ എന്ന് പറഞ്ഞൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ, ഒരു മിനിറ്റ്, ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് വരുന്നുണ്ടായിരുന്നു കുട്ടികള്. അവര് കവർ നിറച്ച സാധനങ്ങളും കൊണ്ടാ വരുന്ന ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പൊ എനിക്ക് ഈ സംഭവം മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. അപ്പൊ ഇവര് ഒരു 3 ദിവസം എൻ്റെ അടുത്ത് ഒന്നും പറഞ്ഞിരുന്നില്ല, ഒന്നും കൊണ്ടുവരണം എന്നൊന്നും പറഞ്ഞിരുന്നില്ല. നമുക്കായുള്ള റെക്കോർഡും കാര്യങ്ങളും അല്ലേ, അത് ഞാൻ കൊണ്ടുവന്നപ്പോ ഇവരെൻ്റെ അടുത്ത് പറഞ്ഞു ഇത് പറ്റില്ല, ഇതല്ല അവർക്ക് വേണ്ടത് എന്ന് പറഞ്ഞു. അന്ന് ഇവരെൻ്റെ അടുത്തൊന്നും പറഞ്ഞില്ലായിരുന്നു. പിറ്റത്തെ ദിവസം ഒരു മിസ് എൻ്റെ അടുത്ത് പറഞ്ഞു, മോളൊന്നും കൊണ്ടുവരുന്നില്ലേ, ഉണ്ടാക്കി കൊണ്ടുവരുന്നില്ലേന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു എൻ്റെ അടുത്തൊന്നും പറഞ്ഞിട്ടില്ല, എൻ്റെ കയ്യിലുള്ളത് ഇവിടെ പറ്റില്ല എന്ന് പറഞ്ഞെന്ന് ഞാൻ പറഞ്ഞു അവരുടെ അടുത്ത്. പറഞ്ഞു ഉണ്ടാക്കി കൊണ്ടുവരണം കേട്ടോ, നിങ്ങൾക്ക് മാർക്ക് ഉണ്ട്, ആ മാർക്ക് അല്ലെങ്കിൽ പോകുമെന്ന് പറഞ്ഞു. പക്ഷെ നമ്മുടെ ക്ലാസ്സിൽ ഞങ്ങൾക്കൊരു മിസ് ഉണ്ടല്ലോ, ഇവരെൻ്റെ അടുത്ത് ഇത് പറഞ്ഞിട്ടില്ല. അപ്പൊ എനിക്ക് ഈ മിസ് പറഞ്ഞപ്പോ തൊട്ട് ഞാൻ ഈ മിസ്സിന്റെ അടുത്ത് പോയി ചോദിച്ചു, ഇങ്ങനെ പറയുന്നുണ്ടല്ലോ കൊണ്ടുവരേണ്ടത് എന്താന്ന് ചോദിച്ചു. അപ്പൊ അവർ അന്നാന്ന് എടുക്കുന്ന പോർഷൻ ഉണ്ടല്ലോ നമുക്ക് തരുന്നത്, അത് ഞാൻ ഇവിടുന്ന് കട്ട് ചെയ്ത് കൊണ്ടുപോകാൻ തുടങ്ങി. ഇപ്പോ കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ ഒരു കസിൻ ഉണ്ട് അവിടെ, ആളെൻ്റെ അടുത്ത് ചോദിച്ചു, ഈ മിസ് ഓൾറെഡി ഓൺലൈൻ ക്ലാസ്സിന് ഇങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആള് പക്ഷെ ഓൺലൈനിലാണ് പഠിച്ചത്, ഗൾഫിൽ ചെന്നൈയിൽ ഏതോ യൂണിവേഴ്സിറ്റിയിലാണ് പഠിച്ചിട്ടുള്ളത്. അപ്പൊ ഈ ആള് മിസ് ആ കസിൻ ചോദിച്ചു, നീ ഒന്നും കൊണ്ടുവരുന്നില്ലേ, മറ്റുള്ളവരൊരു കവർ നിറച്ച സാധനം കൊണ്ടാണല്ലോ വരുന്നതെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു കവർ നിറച്ച സാധനം എന്ന് പറയുന്നത് എന്താന്ന് ചോദിച്ചു ഞാൻ അവിടെ അടുത്ത്. പറഞ്ഞു കുറേ സാധനങ്ങൾ കൊണ്ടൊന്നും ഇവിടെ കുട്ടികളെ പഠിപ്പിക്കാറുണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ എനിക്കിതിനൊരു ഐഡിയ ഇല്ല സത്യത്തില്. ഇന്ന് ഉണ്ടാക്കിയിട്ടില്ലേ അഞ്ജലി? ഞാനത് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. പിന്നെ വേർഡ് റീഡിംഗ് കാർഡ്സ്, പിക്ചർ റീഡിംഗ് കാർഡ്സ്, ഇതൊക്കെ ഉണ്ട് മിസ്സേ. പക്ഷെ ഞാൻ ഇന്ന് പോയിട്ടുണ്ടല്ലോ, ഇവര് GK ഒരു ബുക്ക് പോലെ ഇങ്ങനെ കാർഡ് വരില്ലേ, പിക്ചേഴ്സ് വരുന്ന കാർഡ്, ABCDയുടെ ഇങ്ങനത്തെ കാർഡുകൾ, അതുപോലെ ആ അക്ഷരമാലയ്ക്ക് ഇങ്ങനെ നമുക്ക് ഒരു പ്ലാസ്റ്റിക് കളറിൽ ഇങ്ങനെ വരൂല്ലേ ലെറ്റേഴ്സ് പോലത്തെ, ഇതൊക്കെ പോയി മേടിച്ചുകൊണ്ട് വന്നു. കാരണം ഇവര് ഡെയിലി ഇങ്ങനെയാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മുടെ അടുത്ത്. അപ്പൊ നമുക്ക് മാർക്ക് വേണമല്ലോ, നമുക്ക് അവിടെ ഇൻസ്റ്റിറ്റ്യൂഷന്റെ സബ്മിഷൻ ഉള്ളതാണല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ ഇന്ന് പോയിട്ട് ഇതൊക്കെ മേടിച്ചു വന്നു. ഇതിപ്പോ ഞാൻ പറയാൻ കാരണം വേറൊന്നുമല്ല, ഞാനത് വിട്ടതായിരുന്നു. കുറച്ച് മുന്നേ ക്ലാസ്സിന് ഞാൻ കയറി ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോ എന്റെ കസിൻ അവിടെ ഉണ്ടെന്ന് പറഞ്ഞില്ലേ, ആൾ എന്നെ വിളിച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, അവിടെ ഇങ്ങനെ ഒരു സംസാരം ഉണ്ടായിട്ടുണ്ട്, സിനിമിസ് എൻ്റെ അടുത്ത് പറഞ്ഞത് അതുകൊണ്ടാണ്, ആൾ എൻ്റെ അടുത്ത് വന്ന് സംസാരിച്ചിട്ടുണ്ടായിരുന്നു, നിങ്ങളുടെ കസിനല്ലേ, ആ കുട്ടിയടുത്തൊന്നും പറഞ്ഞോ, ഇങ്ങനെ പറഞ്ഞു, ആ മറ്റേ മിസ്സില്ലേ നമ്മുടെ ക്ലാസ്സിലെ മിസ്, അവരവരുടെ അടുത്ത് പറഞ്ഞു നമ്മളൊന്നും കൊണ്ടുവരുന്നില്ല, നമുക്ക് സാധനങ്ങളൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാ പറഞ്ഞേന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്കിതൊന്നും അറിയില്ല, നമുക്ക് പഠിപ്പിച്ച സാധനങ്ങൾ കൊണ്ടുവരട്ടേന്ന് ചോദിക്കുമ്പോൾ ഇവര് പറയും അതൊന്നും വേണ്ട, അതല്ല എന്ന് പറയും. എന്നിട്ട് ഇപ്പം കൈറ്റ് അങ്ങനത്തെ സാധനങ്ങൾ പഠിപ്പിക്കുന്ന അനുസരിച്ച് ഇതൊക്കെ ഉണ്ടാക്കി കൊണ്ടുപോവാ ചെയ്യുന്നത്. ഞാൻ ഇന്ന് പോയിട്ട് എന്ത് ചെയ്തു, ഒരു ലോഡ് സാധനം മേടിച്ചു. 3350 രൂപയുടെ സാധനം ഞാൻ പോയി മേടിച്ചു. നമുക്ക് ഉണ്ടാക്കിയ പോരെ കുറെ സംഭവങ്ങൾ. ഉണ്ടാക്കി കൊണ്ടുപോകുന്നതല്ലാതെ അവര് പറയുന്നത് പിക്ചർ ഐഡന്റിഫൈ ചെയ്യാൻ അങ്ങനത്തെ സാധനങ്ങൾ നിങ്ങൾ കൊണ്ടുവരണം, അവരങ്ങനെയാണ് കൊണ്ടുപോയിരുന്നെന്നാ പറയണേ. ഞാൻ എല്ലാം പ്ലക്കാർഡില് കട്ട് ചെയ്ത് ഉണ്ടാക്കി കൊണ്ടുപോകുന്നതാ, ഞാൻ കുറച്ച് ആർട്ടായി ചെയ്യുന്നോണ്ട് വരച്ചും കൊണ്ടുപോയിരുന്നതാ. പക്ഷെ ഇതൊന്നും പോരാ, എനിക്കറിയില്ല എന്താ സംഭവം എന്ന്. ഞാൻ ഇന്ന് പോയിട്ട് ഒരു ലോഡ് സാധനങ്ങൾ ഉണ്ടല്ലോ ഇങ്ങനത്തെ കാർഡ്സ്, അത് പോയി മേടിച്ചു കൊണ്ടുവന്നു. ഇനി നാളെ പോയിട്ട് എന്താ പറയാന്ന് അറിയില്ല. അപ്പൊ ഞാൻ ഇതില് നമ്മൾ പോകുന്ന ഫ്രണ്ട്സ് അവരുണ്ടല്ലോ, അവരെന്താണ്, അവർക്ക് ഇതുപോലെ വല്ല കൊണ്ടുപോകുന്നുണ്ടോ നമുക്ക് അറിയുന്നില്ല, എന്താ ഇവര് പറയുന്നതെന്ന്. നമുക്ക് ഇപ്പം തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ ഇതിന്റെ ഉണ്ടാക്കുന്നത്. മിസ് പറഞ്ഞെല്ലാം ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, അതൊക്കെ ഞാൻ കൊണ്ടുപോവുകയും ചെയ്തു. പക്ഷെ ഇവര് അതൊന്നല്ല ചോദിക്കുന്നത്, പക്ഷെ ഇവര് വേറെ എന്തൊക്കെയോ പറയുന്നുണ്ട്, സത്യത്തിൽ മനസ്സിലാവുന്നില്ല. അത് ഇവിടെ എന്താണ് കൊണ്ടുപോകുന്നത്. ആ എന്താ മിസ് പറഞ്ഞ് കേട്ടില്ല. സ്റ്റോറി നറേറ്റ് ചെയ്യുന്ന സമയത്ത് ആ സ്റ്റോറിയിലെ ക്യാരക്ടേഴ്സ് അനിമൽ ക്യാരക്ടേഴ്സ് ആണെങ്കിൽ അത് മാസ്ക് പോലെ ഉണ്ടാക്കി ഇല്ല, അതൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അത് സെറ്റ് ചെയ്ത് കൊണ്ടുപോയില്ലേ. ഇവർക്ക് എടുക്കുന്നത് ഇപ്പൊ GK ആണ്, ഫ്ലവർ കാര്യങ്ങൾ, അത് നമ്മൾക്ക് ബുക്കിൽ നമ്മൾ ചെയ്തിട്ടുണ്ടല്ലോ റെക്കോർഡില്. ഞാൻ അത് കൊണ്ടുപോയപ്പോ അവര് പറയാ ഇങ്ങനെ കൊണ്ടുവരാൻ പറ്റില്ല. ഞാൻ ഒന്ന് റെക്കോർഡ് എഴുതിയപ്പോ തന്നെ നിങ്ങളോട് അത് പറഞ്ഞിരുന്നു. റെക്കോർഡ് കൊണ്ടുപോയില്ല, ചോദിച്ചു റെക്കോർഡിൽ ഇങ്ങനെ ചെയ്തിട്ടുണ്ട് പിക്ചേഴ്സ് കാണിച്ചു കൊടുക്കാൻ, അത് കൊണ്ടുവരട്ടെ. അപ്പൊ അവര് പറഞ്ഞു പറ്റില്ല, നിങ്ങൾ കാർഡുകളായിട്ട് മേടിച്ചിട്ട് ഇപ്പൊ കൊണ്ടുവരാൻ പറഞ്ഞു. ഓരോ ദിവസം പറയുന്നത് അങ്ങനെയാണ്. ഞാൻ അന്ന്
റെക്കോർഡ് എഴുതുമ്പോഴും ഞാൻ പറഞ്ഞിരുന്നു, റെക്കോർഡ് ഒരു കാരണവശാലും കുട്ടികളുടെ മുന്നിൽ കൊണ്ടുപോകരുത്. നിങ്ങൾ ഇത് കാണിക്കണമെങ്കിൽ സെപ്പറേറ്റ് ചാറ്റിലോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ചെയ്തത് അത് മതിയോ എന്ന് ചോദിച്ചു. അല്ലെങ്കിൽ ചാർട്ട് പോലെ നമ്മൾ കൊണ്ടുപോകില്ലേ, അപ്പൊ അവര് പറഞ്ഞു പ്ലക്കാർഡ് പോലെ ഇങ്ങനെ മേടിച്ചു കൊണ്ടുവരണം. ഇവിടെ സ്വന്തം റെഫറൻസിലാണ് റെക്കോർഡ്, കുട്ടികളുടെ അടുത്ത് കൊണ്ടുപോകാനല്ല. അല്ല, നമ്മൾ റെക്കോർഡ് കൊണ്ടുപോയിട്ടല്ല ചോദിക്കുന്നത്. അതിലുള്ള പിക്ചേഴ്സ് ഉണ്ടല്ലോ, വെഹിക്കിൾസ് അല്ലെങ്കിൽ ഇപ്പൊ പഠിപ്പിക്കുന്നത് എനിമൽസ് ആണെങ്കിൽ അങ്ങനെ ഉണ്ട് നമ്മുടെ കയ്യിൽ, അതാണോ വേണ്ടതെന്ന് ചോദിച്ചു. മോഡൽ അറിയില്ലല്ലോ, നമ്മളൊന്നും ചെയ്യുന്നില്ല എന്നാ അവര് പറയുന്നേ. നമുക്ക് അപ്പാരറ്റിസ് ഒന്നും, ഞാൻ പറഞ്ഞു ഞങ്ങൾക്ക് ഇപ്പൊ തുടങ്ങി ഓൺലൈൻ ഇങ്ങനെ ആയോണ്ടാണ് എന്നൊക്കെ ചോദിക്കുന്നത്. അപ്പൊ നമുക്ക് കൺഫ്യൂഷൻ ആണ്, എനിക്കറിയില്ലല്ലോ ഇതെന്താണ് കൊണ്ടുപോകേണ്ടത്, നമ്മൾ ആദ്യമായിട്ടല്ലേ ഇങ്ങനെ പോകുന്നത്. അപ്പൊ ഇതിലാരും ഒന്നും പറഞ്ഞും കേട്ടില്ല. ഇപ്പോ കഴിഞ്ഞ ദിവസം ഒന്നും കുഴപ്പമില്ലായിരുന്നു, ഞാൻ പറഞ്ഞില്ലേ സബ്സ്റ്റിറ്റ്യൂഷൻ ഇട്ടുകൊണ്ട് നമുക്ക് സബ്ജക്റ്റ് എടുത്തിരുന്നത്. അപ്പൊ നമുക്ക് ഈ പ്രശ്നം കുറച്ച് ദിവസമായിട്ട് ഉണ്ടായിരുന്നില്ല. അപ്പൊ വീണ്ടും ക്ലാസ്സിലോട്ടായി. അപ്പോഴാണ് ഇവര് പറയുന്നത്. അപ്പൊ ഞാൻ അന്നാന്ന് ചോദിക്കുന്നുണ്ട് എന്താ വേണ്ടേ ചോദിക്കുമ്പോ ഞാൻ പിറ്റേ ദിവസം അത് ഉണ്ടാക്കി കൊണ്ടുപോയി ചെയ്യുന്നത്. പക്ഷെ ഇവര് പറയുന്നത് നിങ്ങൾക്കൊന്നും ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ടാക്കിപ്പിക്കുന്നില്ല, ഇങ്ങനെയൊക്കെയാ ചോദിക്കണേ. അതെന്താന്നുള്ളത് വ്യക്തമായിട്ടൊന്നും പറഞ്ഞു തരുന്നില്ല സത്യത്തിൽ. മെറ്റീരിയൽസ് ആണ് കൂടുതൽ ഉണ്ടാക്കിക്കൊണ്ട് നമുക്ക് പറ്റുന്നത്. പക്ഷെ അത് എല്ലാമൊന്നും നമുക്ക് വാങ്ങാൻ പറ്റില്ലല്ലോ. അപ്പൊ അതുണ്ടാക്കും. പിന്നെ കുട്ടികളെ ഓരോ ഏരിയ റിലേറ്റ് ചെയ്ത് പഠിപ്പിക്കുമ്പോഴാണ് നമ്മൾ ഓരോ സാധനങ്ങൾ ഉണ്ടാക്കുന്നത്. മേയർ ആയിരുന്നു ഇന്നത്തെ ടോപ്പിക്. അപ്പൊ ഞാൻ കൈറ്റ്, അതുപോലെ തന്നെ വിൻമില്ലില്ലേ, അത് സെറ്റ് ചെയ്ത് കൊണ്ടുപോയി. പിന്നെ നമുക്ക് ബലൂൺ നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ, എയർ നിറച്ച് കാണിക്കണമെങ്കിൽ. അപ്പൊ അത് മേടിച്ചു കൊണ്ടുപോയി. അങ്ങനെയാണ് നമ്മൾ കൊണ്ടുപോയി കാണിച്ചത് അവരുടെ. അപ്പൊ ഞാനത് അവരടുത്ത് ചോദിച്ചിട്ടാണ് ഇപ്പൊ ചെയ്യുന്നത്. ഇവരിങ്ങനെ പറഞ്ഞപ്പോ നമ്മൾ ചോദിച്ചു എന്താണ് കൊണ്ടുവരേണ്ടത്. നമ്മൾ കൊണ്ടുചെല്ലുന്ന പറയും ഇതല്ല എന്ന് പറയും. ക്ലാസ് എടുക്കാനും സമ്മതിക്കില്ല. അപ്പൊ ഞാൻ സത്യം പറഞ്ഞപ്പോ സബ്സ്റ്റിറ്റ്യൂഷൻ കിട്ടതേന്ന് ഇപ്പൊ പ്രാർത്ഥിക്കുന്നത്. ആ ക്ലാസ്സിൽ പോവാൻ ഇഷ്ടമല്ലാണ്ടായി. എന്ന് വെച്ചാൽ ഇവരിങ്ങനെ നമ്മള് ക്ലാസ് എടുക്കാനും സമ്മതിക്കില്ല മര്യാദയ്ക്ക്. മറ്റുള്ള ക്ലാസ്സുകളിൽ പോയി നമുക്ക് ക്ലാസ് എടുക്കാനെങ്കിലും പറ്റും. ഇന്നിപ്പം വേറൊരു ക്ലാസ്സിലായിരുന്നു. അപ്പൊ നമുക്ക് എടുക്കാൻ പറ്റി നല്ല രീതിയിൽ. ഈ കൊണ്ടുപോയ ഐറ്റംസ് ഒക്കെ വെച്ച് അവിടെ എടുക്കാൻ പറ്റി എനിക്ക്. പക്ഷെ ഈ ക്ലാസ്സിൽ തീരെ പറ്റില്ല. ഞാനത് ഓപ്പൺ ആയിട്ട് ചോദിക്കൂ, ഞാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, ഏത് രീതിയിലാണ് ക്ലാസ് എടുക്കേണ്ടത്. ഇവര് പറയുന്നതേ ഇങ്ങനെ കൊണ്ടുവരുന്നുണ്ട് എന്ന് പറയുന്നുണ്ടല്ലോ, അതെന്താന്ന് ഇനി ആ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇവിടെ ഉള്ളതാണ്, അവിടെ പോയി ഒന്ന് അന്വേഷിച്ചാലോ എന്ന് വിചാരിക്കുന്നുണ്ട് ഞാൻ. എനിക്കറിയുന്നില്ല എന്ത് സാധനങ്ങളാണ് ഇവര് കൊണ്ടുവരുന്നത് പറയുന്നത്. അത് കാരണം മാം ഞാൻ പോയടുത്ത അവസ്ഥ മാമിന് അറിയാലോ, ഞാൻ ഓൾറെഡി പറഞ്ഞതല്ലേ. അപ്പൊ അതിൽ നിന്നൊക്കെ ഒരുപാട് വ്യത്യാസം വന്നിട്ടുണ്ട് കേട്ടോ, നല്ല വ്യത്യാസം വന്നിട്ടുണ്ട്. ഇപ്പൊ കുട്ടികൾ നമ്മളായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ തുടങ്ങി, അവർക്ക് ഇപ്പൊ ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പൊ ആക്ച്വലി ഈ പറഞ്ഞ പോലെ ഒരു ആദ്യത്തെ ഒരു 2 ആഴ്ചത്തെ ഇത് പോയി കഴിഞ്ഞപ്പോ കുഴപ്പമില്ല. പിള്ളേര് എപ്പോഴും വന്നിട്ട് ചോദിക്കും മിസ് എപ്പോഴാ ക്ലാസ്സിൽ വരണ്ടേ മിസ്. ഞാൻ ഇതുപോലെ അങ്ങനെ അധികം ഒന്നും ഉണ്ടാക്കി കൊണ്ടുപോകാറില്ല, പക്ഷെ എന്തെങ്കിലും ചാർട്ടൊക്കെ ഇടയ്ക്ക് കൊണ്ടുപോകും. ഇപ്പൊ ആക്ഷൻ വേർഡ്സ് പഠിപ്പിച്ചപ്പോ ആക്ഷൻ വേർഡ്സ് ഒക്കെ ഒട്ടിച്ചിട്ട് പറഞ്ഞു. അധികവും ഞാൻ അവരുടെ മിസ് ക്ലാസ് എടുക്കും, അത് കഴിഞ്ഞിട്ട് മാത്രമേ സെക്കൻഡറി ഓപ്ഷൻ ആയിട്ട് നമ്മൾ എടുക്കുള്ളൂ. അല്ലെങ്കിൽ അവർക്ക് അത് ചിലപ്പോ അതൊരു ഗിൽറ്റി ഫീലിംഗ് പോലെ ആവും. ഞാനത് അവര് പറഞ്ഞിട്ട് മാത്രം. അപ്പോ ഞാൻ ചെയ്യിപ്പിക്കുന്നത് അധികവും ആക്ഷൻസ് ആണ്, ആക്ടിവിറ്റീസ് ആണ് അധികവും. ഇപ്പോ ആക്ഷൻ വേർഡ്സ് പഠിപ്പിച്ചപ്പോ ആക്ഷൻ ചെയ്യിക്കും. പ്രിപ്പോസിഷൻ പഠിപ്പിച്ച സമയത്തും പ്രിപ്പോസിഷൻസ് അത് അവരെ കൊണ്ട് ഓരോ പൊസിഷൻസ് ചെയ്യിപ്പിക്കും. അല്ലെങ്കിൽ എല്ലാം ഓരോ ബെഞ്ച് വൈസും പോയിട്ട് ഓരോരുത്തരോടും ചോദിപ്പിക്കായിരുന്നു. കാരണം നമുക്ക് കാണുമ്പോൾ മനസ്സിലാവണ്ട എല്ലാവർക്കും അത് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള കാര്യം. അത് കഴിഞ്ഞ് പ്രിപ്പോസിഷന്റെ ഇതുപോലെ ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞിട്ട് അതുപോലെ ഞാൻ ചെയ്തിട്ട് പോയി. കുറച്ച് പിക്ചേഴ്സ് ഒട്ടിച്ചിട്ട് മാഗ്നറ്റ് യൂസ് ചെയ്തിട്ട് മാം, മാഗ്നറ്റ് യൂസ് ചെയ്ത് 2 സൈഡിൽ മാഗ്നറ്റ് യൂസ് ചെയ്തിട്ട് മൂവ് ചെയ്യുമ്പോൾ ഓരോ പൊസിഷനിൽ പോയിട്ട് ഇരിക്കല്ലോ. അപ്പൊ ഞാനത് കൊണ്ടുവച്ചപ്പോ മിസ് എന്നോട് പറഞ്ഞു ഇതൊന്നും പ്രായോഗികമാവില്ല പ്രാക്ടിക്കലി അങ്ങനെ. പക്ഷെ ഞാൻ അത് കാര്യമാക്കിയില്ല. ഞാൻ ഓരോ ബെഞ്ച് വൈസ് ഇതുപോലെ പോയി. അപ്പൊ പിള്ളേർക്ക് ഇൻട്രസ്റ്റ് ആയി, കാരണം മൂവ് ചെയ്യല്ലേ സാധനം, ഒബ്ജക്ട് മൂവ് ചെയ്യുന്നോണ്ട് കുഴപ്പമില്ല. 2 ക്ലാസ്സിലും ഞാൻ എടുത്ത്. ഇപ്പൊ ഞാൻ അധികവും ഇടയ്ക്ക് ക്ലാസ് എടുക്കും, ഇല്ലെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും ആക്ടിവിറ്റീസോ ഗെയിമോ എന്തെങ്കിലുമൊക്കെ ചെയ്യിക്കും. അവർക്ക് അതാണ് ഇപ്പൊ ഇഷ്ടം. ഇപ്പോ ഇത്രയും നാള് ഞാൻ UKG മാത്രമാണ് 1 മാസം ഇരുന്നിരുന്നത്. ഇപ്പോ ഈ ആഴ്ച തൊട്ട് LKG ഉണ്ടായിരുന്നു. ഈ ആഴ്ച തൊട്ട് LKG തുടങ്ങി. LKG ഒരു ക്ലാസ്സിൽ ആ ടീച്ചർ പിള്ളേരെ എൻഗേജ് ചെയ്തിരിക്കുന്നത് എപ്പോഴും ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് എഴുതാൻ കൊടുക്കും.
അവനെ ഒന്ന് അനങ്ങാനേ സമ്മതിക്കില്ല. അപ്പൊ ഇന്നലെ ഞാൻ ആ ക്ലാസ്സിൽ പോയി. എടുക്കും അങ്ങനെ കുട്ടികൾക്ക് അധികം ആ ടീച്ചർ ഒരു പ്രത്യേക ടൈപ്പാണ്. മീൻസ് എന്താ പറയണേ, എന്റെ കുട്ടികൾ ഞാൻ പഠിപ്പിക്കുന്ന രീതി മാത്രമാണ് ശരി, വേറെ ആരും ശരിയല്ല. ഇന്നലെ ഒരു മിസ് ഇല്ലാത്തതുകൊണ്ട് സബ്സ്റ്റിറ്റ്യൂഷനിൽ ഞാൻ ആ ക്ലാസ്സിൽ പോയപ്പോ കുറച്ചു നേരം സൺഡേ മൺഡേ സോങ് പഠിപ്പിച്ചു, ഒരു ആക്ഷൻ സോങ് പഠിപ്പിച്ചു. അവർക്ക് GK ഫുഡിനെയൊക്കെ പറ്റി. അപ്പൊ അതൊക്കെ ചോദിച്ചപ്പോ പിള്ളേർക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയി. മീൻസ് അവരെ നമ്മൾ ഫ്രീ ആയിട്ട് വിടുകയാണ്, നമ്മൾ അവരെ ചീത്ത പറയണമൊന്നുമില്ലല്ലോ. അപ്പൊ മിസ് ഞങ്ങൾ അടിക്കൊന്നുമില്ലല്ലോ എന്ന് ചോദിച്ചാൽ ഞാൻ എന്തിനാ നിങ്ങൾ അടിക്കേണ്ട ആവശ്യമില്ലല്ലോ അതൊക്കെ പറഞ്ഞിട്ട് പെട്ടെന്ന് അവര് സോങ്ങും പഠിച്ചു, എല്ലാ ആക്ടിവിറ്റിയും ചെയ്തു. ഒരു കുഴപ്പമില്ല. ഞാൻ അധികം ആക്ടിവിറ്റിയാണ് ചെയ്യിക്കണേ. ഇന്ന് വേറെ LKG ക്ലാസ്സിൽ പോയപ്പോഴും കുഴപ്പമില്ല, നല്ല ഇതാണ്, ആക്റ്റീവാണ് പിള്ളേര്. അപ്പൊ എന്നോട് വന്നിട്ട് ചോദിക്കണേ, ആ മിസ് പോയി കഴിയുമ്പോ ടീച്ചർ ഞങ്ങളുടെ ക്ലാസ്സിൽ വന്നിട്ട് ഞങ്ങളെ പഠിപ്പിച്ചാൽ മതി എന്ന് പറയണേ. പക്ഷെ ആ മിസ്സാണെങ്കിൽ എന്നെ ആ ക്ലാസ്സിൽ കയറ്റിയില്ല. ഇന്ന് പറഞ്ഞു ഇന്ന് ചെല്ലണം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ശരി ഓക്കെ ഞാൻ വരാം. അത് കഴിഞ്ഞ് കുറെ നേരം കഴിഞ്ഞിട്ട് ഇന്നിപ്പോ ഇനിയിപ്പോ വരണ്ട, നാളെ വന്നാ മതി, നാളെയാണ് മാത്സ് ഉള്ളത്. അപ്പൊ നിയർ ആൻഡ് ഫാർ, മോർ ആൻഡ് ലെസ് ഒക്കെ പഠിപ്പിക്കണം. അപ്പൊ മോർ ആൻഡ് ലെസ്സിന് ഞാൻ ഒരു ചാർട്ട് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്, അത് കാണിക്കാന്ന് വിചാരിച്ചിട്ട്. അപ്പൊ ആ ടീച്ചർ ക്ലാസ്സിൽ ഇരിക്കുമ്പോഴേ ഞാനത് ചെയ്യാൻ പാടുള്ളൂ, അങ്ങനെ ഒരു കൺസെപ്റ്റ് ആണ്. പക്ഷെ ഇപ്പൊ ആ ടീച്ചറുടെ ക്ലാസ്സിൽ പോകുമ്പോ എന്താന്ന് എനിക്ക് ഒരു ഐഡിയ ഇല്ല. ടീച്ചർ ക്ലാസ്സിൽ ഇരിക്കുമ്പോ നമുക്കൊരു കംഫർട്ട് ഫീലിംഗ് കിട്ടില്ലല്ലോ. UKG ഞാൻ സെറ്റായി. പക്ഷെ UKG ടീച്ചർമാര് നമ്മളോട് കോപ്പറേറ്റ് ചെയ്യുന്നുണ്ട്, അവര് കുഴപ്പമില്ല, എന്താണെങ്കിലും ജയിച്ചോ എന്നുള്ള രീതിയായി. LKG ഒരു ക്ലാസ് ആണ് ഏറ്റവും ഇഷ്യൂ. ഞാൻ അങ്ങനെ അധികം ഒബ്ജക്ട്സ് ഒന്നും ഉണ്ടാക്കി കൊണ്ടുപോകുന്നില്ല. ചിലപ്പോ ആ ടൈമിൽ മൊബൈലിൽ നോക്കിയിട്ട് എന്തെങ്കിലും ആക്ടിവിറ്റി ഉണ്ടെങ്കിൽ അപ്പൊ ചെയ്യിക്കും. പിള്ളേർക്ക് ഇഷ്ടമാണ്. ഇന്ന് തന്നെ ജസ്റ്റ് ബോർഡിൽ കുറച്ച് ലെറ്റേഴ്സ് എഴുതിയിട്ട് അവരെ വിളിച്ച് നിർത്തിയിട്ട് അവരുടെ ബാക്കിൽ ഇങ്ങനെ ലെറ്റർ എഴുതിപ്പിച്ചു. എന്നിട്ട് ഞാൻ ഏതാണോ എഴുതിയത് അത് ടച്ച് ചെയ്യാനായിട്ട് കാണിച്ചു തരാൻ പറഞ്ഞു. കുറെ പേരൊക്കെ അത്യാവശ്യം ചെയ്യുന്നുണ്ട് പിള്ളേര്, അവർക്ക് ഇഷ്ടായി അങ്ങനെയൊക്കെ ചെയ്യുമ്പോ. അതൊരു സെൻസറി ഇത് തന്നെയാണല്ലോ. നമ്മൾ എഴുതണ അവരുടെ ബാക്കിൽ നമ്മൾ കൈകൊണ്ട് എഴുതണത് അവര് കറക്റ്റ് ആയിട്ട് കണ്ടുപിടിക്കുകയാണെങ്കിൽ അതൊക്കെ അവർക്ക് ഇഷ്ടം. പിന്നെ ഈ പറഞ്ഞ പോലെ കോൺസെൻട്രേഷൻ ചെയ്യണ കുറെ ആക്ടിവിറ്റീസ് ഒക്കെ ഞാൻ ചെയ്യിക്കാറുണ്ട്. എന്നോട് ഇതുവരെ അവർ അങ്ങനൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ, എപ്പോഴാ പറയണേന്ന് അറിയില്ല. ടെൻസിൽ കേട്ടില്ലേ പോയ കുറെ പേരുടെ ഫീഡ്ബാക്ക്, നമ്മൾ അവിടെ ചെല്ലുമ്പോ നമ്മൾ അത് തന്നെ വരുവാണ്, നമ്മൾ തന്നെത്താനെ ചെയ്യണം. മനസ്സിലായോ? അതാണ് കാരണം നമ്മൾ ആ പിള്ളേരുടെ മൈൻഡ് അനുസരിച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതെ, അല്ല നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇതുവരെ ഞാൻ അങ്ങനെ അധികം പഠിക്കുന്നില്ല. കാരണം എനിക്ക് തോന്നുന്നത് ഇന്നിപ്പോ ഞാൻ കൊണ്ടുപോയിട്ടില്ല. ചാർട്ടാണ് ഞാൻ അധികം പ്രിപ്പയർ ചെയ്ത് കൊണ്ടുപോയിക്കണേ. പക്ഷെ പിന്നെ ഈ പ്രിപ്പോസിഷന്റെ മാത്രമാണ് ചെയ്യിച്ചേക്കണേ. പിന്നെ അധികം കുട്ടികളെ ഇന്ററാക്ട് ചെയ്തിട്ടുള്ളതാണ് കൂടുതലും ചെയ്യിക്കണേ. അതാണ് അവർക്ക് ഇഷ്ടം. എനിക്ക് കിട്ടിയ എക്സ്പീരിയൻസ് അതാണ്. ഇപ്പൊ ഞാൻ ഈ മാസം കൂടി പോകുന്നുണ്ട്. ഓക്കെ, സോ അത് അല്ലാതെ നമ്മൾ അതിനകത്തൊരു ഇത് വിചാരിക്കേണ്ട ആവശ്യമില്ല. അഞ്ചില് കുറച്ചുകൂടെ അറിയോ, ഈ കുട്ടികളുടെ ഈ മിസ് ഞാനന്ന് പറഞ്ഞല്ലോ ഭയങ്കര ഷൗട്ട് ചെയ്യുമായിരുന്നു എന്ന് പറഞ്ഞില്ലേ ഈ മിസ്. അപ്പൊ ഈ കുട്ടികൾ ഇപ്പം എല്ലാം കുറച്ച് ദിവസം എന്റെ അടുത്തേക്ക് ഇങ്ങനെ വരും. ഇപ്പൊ ഇന്നിപ്പം വിളിച്ച ആൾ എൻ്റെ അടുത്ത് പറഞ്ഞതും അവരിങ്ങനെ പെട്ടെന്ന് BP കൂടുതലുള്ള ടൈപ്പാണ്, പെട്ടെന്ന് അടിക്കും ചീത്ത പറയുകയൊക്കെ ചെയ്യുമല്ലോ. അപ്പൊ ഇവര് നമ്മുടെ അടുത്തേക്ക് വരുന്നതാണ് ഒരു പ്രോബ്ലം എന്ന് നമുക്കറിയില്ല. പിന്നെ ഇവര് പറയുന്ന ടോപ്പിക്ക് നമുക്ക് അവിടെ എടുക്കാൻ പറ്റുള്ളൂ. മറ്റുള്ള ക്ലാസ്സിൽ അവരായിട്ട് പറയുന്നതാണെങ്കിൽ അത് എടുത്തു കൊടുക്കുക, അല്ലാണ്ട് നമുക്കിപ്പോ അവിടെ വേറെ ഒന്നുമില്ലല്ലോ. കൊടുക്കുമ്പോഴാണ് പറയുന്നത് നിങ്ങൾക്ക് എന്നെ ഒന്നും അപ്പൊ പറയുന്നല്ല, നിങ്ങൾക്ക് ഒരു മെറ്റീരിയൽസും പഠിപ്പിക്കുന്നില്ലേ, നിങ്ങൾക്ക് ഇതാണോ ചെയ്യുന്നത്, ഇങ്ങനെ കമ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനെപ്പറ്റി ബോധർ ചെയ്യണ്ട, എന്തിനാ അത് ബോധർ ചെയ്യുന്നത്? ഞാൻ മറ്റുള്ള ക്ലാസ്സിൽ പോകുമ്പോ അപ്പൊ എനിക്ക് നമുക്ക് ഐഡിയ ഇല്ലല്ലോ എന്താണ് കൊണ്ടുപോകുന്നതെന്ന് പറയുന്നതെന്ന് എനിക്ക് ഐഡിയ ഇല്ല. ഇവര് പറയുന്നത് കൊണ്ടുവരുന്നുണ്ടെന്ന് പറയുന്നതല്ലാതെ. അപ്പൊ ഞാൻ ചോദിച്ചു, അപ്പൊ അവര് പറഞ്ഞു അവര് കുറെ സാധനങ്ങൾ കൊണ്ടുവരാറുണ്ട്. അപ്പൊ ഞാൻ ചോദിച്ചു അവരുടെ രീതി അഞ്ചിലയുടെ രീതിയിൽ അനുസരിച്ച് ചെയ്യും. അപ്പൊ ഇവര് ക്ലാസ്സിൽ നമുക്ക് ഭയങ്കരമായിട്ട് എന്താ പറയാ, ഒരു ക്ലാസ് എടുക്കാൻ നമുക്കൊരു ഭയങ്കര ഡൗൺ ആക്കുന്ന ഒരു അവസ്ഥ ഈ മിസ്സിന്റെ ക്ലാസ്സിൽ. പക്ഷെ വേറൊരു ക്ലാസ്സിലും ഇല്ല അത് നമുക്ക്. പക്ഷെ ഈ ക്ലാസ് ആണ് നമുക്ക് മെയിൻ ആയി തന്നിട്ടുള്ളത്. ഇതൊക്കെ ഇതിന്റെ പാർട്ടാ. നമ്മളൊരു ജോലിക്ക് പോകുമ്പോഴും ഇതുപോലെയൊക്കെ പലതും ഉണ്ടാവും. ഇത് നമ്മുടെ ക്ലാസ്സിൽ ഇന്നൊരു കുട്ടി വന്ന് എൻ്റെ അടുത്ത് ചോദിച്ചു, 2ാം ക്ലാസ്സിലത്തെ മിസ് എന്തേ ഞങ്ങൾക്ക് എടുക്കാൻ വരുന്നില്ലേന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു ഇല്ല, നിങ്ങൾക്ക് മറ്റേ മിസ് വന്നില്ലേന്ന് പറഞ്ഞു. അയ്യോ എന്താ മിസ് വരാത്ത? ഞാൻ പറഞ്ഞു ഞാൻ അല്ലെങ്കിൽ 28ാം തീയതി വരെ ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ അത് കരഞ്ഞിട്ട് പോയി. അപ്പൊ അവർക്ക് 2 ദിവസം ഞാൻ ക്ലാസ് എടുത്തിട്ടുള്ളൂ. മറ്റുള്ള കുട്ടികളെല്ലാം അങ്ങനെ തന്നെയാണ്. പക്ഷെ ഈ ഒരു ക്ലാസ്സിൽ മാത്രമാണ് അവർ കുട്ടികളല്ല പ്രോബ്ലം. ഈ മിസ് നമുക്ക് എനിക്കറിയുന്നില്ല ആളെന്താണ്, അങ്ങനെ പഠിക്കാത്ത 2-3 കുട്ടികളുണ്ട്, അവരെ നമ്മുടെ അടുത്തേക്ക് വിടും. അപ്പൊ നമ്മൾ അവരെ പഠിപ്പിക്കുമ്പോൾ അവരും എല്ലാവരും നമ്മുടെ അടുത്തേക്ക് വരുമ്പോ ആൾക്ക് എന്തോ ഒരു ഇത്. അപ്പൊ എൻ്റെ അടുത്ത് ഇന്നാ കസിൻ വിളിച്ചിട്ട് പറഞ്ഞു,
ഒരു ഈഗോ വരുന്നുണ്ടായിരിക്കും ആൾക്ക്. കുറച്ച് പോത്രയുണ്ട്. നമ്മൾ അങ്ങനെ പല ആറ്റിറ്റ്യൂഡിലുള്ളവരെ കാണില്ലേ, അതിനെ കുറിച്ച് ഓർക്ക് ചിന്തിക്കേണ്ട. അഞ്ജലിക്ക് എന്താണോ അവിടെ ചെയ്യാൻ പറ്റുക ചെയ്യാം. ഞാനിപ്പോ എന്നിട്ട് കുറച്ച് മെറ്റീരിയൽസ് മേടിച്ചു. കാരണം എന്താ വെച്ചാൽ ആ കുട്ടികൾക്ക് തീരെ ഇല്ലാത്ത കുട്ടികളുണ്ടല്ലോ, അവർക്ക് പഠിപ്പിക്കാൻ വേണ്ടി ഉച്ചയ്ക്ക് ശേഷം ഞാൻ അവരുടെ അടുത്ത് നിന്ന് പറഞ്ഞു, ഉച്ചയ്ക്ക് ശേഷം ഞാൻ അവർക്ക് പഠിപ്പിക്കട്ടെ ചോദിച്ചു. എന്താ വെച്ചാൽ ഇവരെന്റെ അടുത്ത് പറഞ്ഞു ആ കുട്ടികളെ നോക്കണം, അവർക്ക് പറഞ്ഞു കൊടുക്കണം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു ഞാൻ ഇന്ന സാധനങ്ങൾ കൊണ്ടുവന്ന് പഠിപ്പിക്കട്ടെ എന്ന് ചോദിച്ചപ്പോ ഓക്കെ പറഞ്ഞു. എന്നിട്ട് ഞാൻ ഇന്ന് പോയി അതൊക്കെ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇതിൽ പോകുന്നവർ ഇതുപോലെ കൊണ്ടുപോകുന്നുണ്ടോ എന്ന് അറിയില്ലല്ലോ, വേറെ എക്സ്ട്രാ കൊണ്ടുപോകുന്നുണ്ടോന്ന്, അത് കാരണം കൊണ്ട് ചോദിച്ചതാ. എന്ത് കൊണ്ടുപോകുന്നു അതിനെ കുറിച്ച് ബോധറിയണ്ട. കുട്ടികൾക്ക് ഏത് ആക്ടിവിറ്റീസ് ആണ് ഇൻട്രസ്റ്റ് എന്നോ അത് ചെയ്യാൻ നമുക്ക് അവിടെ പറ്റുവാണെങ്കിൽ അത് റിലേറ്റഡ് കാര്യങ്ങൾ അഞ്ജലി ഉണ്ടാക്കുക, കൊണ്ടുപോവുക, ചെയ്യിക്കുക. അതെന്താ വെച്ചാൽ അവര് ചോദിക്കുന്നത് ഇങ്ങനെയാണ്, നിങ്ങൾക്ക് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ഇതൊന്നും ചെയ്യുന്നില്ലേ, മറ്റേ ഡെയിലി ഓൺലൈൻ ആയതുകൊണ്ടായിരിക്കും, അല്ലെങ്കിൽ അപ്ഡേഷൻ ഉണ്ടാവും. ഞാൻ പറഞ്ഞു ഞങ്ങൾക്ക് അപ്ഡേഷൻ ഒക്കെ ഉണ്ട്, ഞങ്ങൾക്ക് മാർക്കുണ്ട്, കാര്യങ്ങളുണ്ട്, ഞങ്ങൾക്ക് അങ്ങനെയൊന്നും ഇല്ലായിരിക്കില്ല എന്ന് പറഞ്ഞു. നമുക്കത് കേൾക്കുമ്പോ അതെ, അങ്ങനെ കാര്യമുണ്ട്. നമ്മളുടെ പൊട്ടൻഷ്യൽ എന്താണോ അതിനനുസരിച്ച് അവിടെ ചെയ്യാം. ചെയ്യുന്നുണ്ട് നമുക്കറിയാലോ. അപ്പൊ പിന്നെ അടിച്ചു താത്തുന്നോണം പറയുമ്പോ ദേഷ്യപ്പെട്ടിട്ടല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ പറഞ്ഞു, ഞങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്, ചെയ്യിപ്പിക്കുന്നുണ്ട്, ഞങ്ങൾക്ക് ഇപ്പൊ തുടങ്ങിയിട്ടേ ഉള്ളൂ മറ്റേ ക്ലാസ്, ഞങ്ങൾക്ക് ഏപ്രിലിൽ അവസാനിക്കുന്നതുകൊണ്ടാണ് ഞാൻ ഇപ്പം ജോയിൻ ചെയ്തത് എന്ന് പറഞ്ഞു ആളുടെ അടുത്ത്. ആളാണ് മാർക്ക് ഇടുന്നത്. നമുക്ക് കൂടുതൽ ആളൊന്നും പ്രൊവോക്ക് ചെയ്യാനും പറ്റില്ലല്ലോ, ഒന്നും പറയാൻ പറ്റില്ല. മാർക്ക് ഇടുന്നത് അവരാണ്, അവര് പറയുന്നതാണ് പ്രിൻസിപ്പലിന്റെ അടുത്ത് പോവുള്ളൂ, ഇവരാണല്ലോ നോക്കുന്നതും. അപ്പോ അത് കാരണം കൊണ്ട് അതുകൊണ്ട് ഞാൻ ചോദിച്ചതാ എങ്ങനെയാന്നുള്ളത്. ഞാൻ ഇന്ന് സാധനങ്ങൾ മേടിച്ചപ്പം ക്ലാസ്സിൽ കാണിക്കാൻ മേടിച്ചതായിരുന്നു, പക്ഷെ പിന്നെ ഇതിന്റെ ഇടയിൽ കൂടെ എനിക്ക് മിസ്സായി പോയി. മറ്റേ ക്രാഫ്റ്റ് വർക്കിന്റെ മേടിച്ചു വെച്ചിട്ടുണ്ട്. നെക്സ്റ്റ് ക്ലാസ്സിൽ ഞാനത് കാണിച്ചു കഴിഞ്ഞാൽ ഈസി ആയിട്ട് ഒന്നുകൂടി മേടിക്കാൻ പറ്റുന്നവർ മേടിച്ചാൽ മതി, അല്ലാത്തവർക്ക് പിന്നെ ചെയ്യാലോ എന്ന് വെച്ചിട്ട് ഞാൻ കുറച്ച് മേടിച്ചിട്ടുണ്ട്. അല്ല ഒന്ന് കാണിച്ചിട്ട് പിന്നെ മേടിക്കാലോ. ഓക്കെ മിസ്, ഗുഡ് നൈറ്റ്. ബൈ.